23 ചോദിച്ച 2023 ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇപ്പോൾ തുടങ്ങുന്നത്. അതിനുശേഷം ബാക്കി ഓരോരോ വർഷങ്ങൾ പറയാം. 2023 ആദ്യം. അതില് 2023 ക്വസ്റ്റ്യൻ നമ്പർ ഞാൻ പറയാം. പത്ത് 45/2023 1045/2023. നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടെങ്കിൽ അത് എടുക്കാം. അതിൽ 121ാമത്തെ ക്വസ്റ്റ്യൻ മുതലാണ് നമ്മൾ തുടങ്ങുക. ബാങ്കിങ് ആണ്, ബാങ്ക് മാത്രമേ പറയുന്നുള്ളൂ. പിന്നെ അത് 121ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ശരി, അടുത്ത ക്ലാസ് മുതൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ നിങ്ങളുടെ കയ്യിൽ നേരത്തെ കിട്ടത്തക്കവണ്ണമുള്ള ഏർപ്പാട് ഉണ്ടാക്കിയിട്ട് പറയാം. ഇപ്പം നമ്മൾ അല്ലാതെ തന്നെ പറയാം. അപ്പോ ആദ്യം നമുക്ക് 121 എന്ന് പറയുമ്പോൾ എൻ പി എ എന്ന് പറയുമ്പോൾ അറിയാമോ നിങ്ങൾക്ക്? എൻ പി എ എന്ന് പറയുന്നത് നോൺ പെർഫോമിംഗ് അസറ്റ്സ്. ഏത് അസറ്റിനെയാണ് എൻ പി എ എന്ന് പറയുന്നതെന്ന് അറിയുമോ? അസറ്റ് അതായത് ഒരു ലോൺ, നമ്മൾ അസറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ബാങ്കിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അസറ്റ് ബാങ്ക് ബാലൻസ് ഷീറ്റിന്റെ 9ാമത്തെ ഷെഡ്യൂളിൽ വരുന്ന അസറ്റുകൾ ഐറ്റമാണ്. 9ാമത്തെ ഷെഡ്യൂൾ എന്ന് പറയുമ്പോൾ എന്താണ്? അഡ്വാൻസസ് എന്ന് പറയും. അഡ്വാൻസ് പറഞ്ഞ ലോൺ, ക്യാഷ് ക്രെഡിറ്റ്, ഓവർഡ്രാഫ്റ്റ്, ബിൽ, ഡിസ്കൗണ്ടഡ് ആൻഡ് പർച്ചേസ്. ഇത് ഇത്രയുമാണ് ഈ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട അസറ്റായി കണക്ക്. ബാക്കി ലാൻഡ്, ബിൽഡിംഗ്, പ്ലാന്റ്, മെഷീനറി ഒക്കെ ബാങ്കിന്റെ അസറ്റാണ്. പക്ഷേ ബാങ്കിന്റെ ഇൻകം ജനറേറ്റിംഗ് അസറ്റ്സ് എന്ന് പറയുന്നത് ഈ അഡ്വാൻസ് എന്ന് പറയുന്നത് 9ാമത്തെ ഹെഡിൽ വരുന്ന അസറ്റുകളാണ്. ഒരു അസറ്റ് ഇപ്പം നമ്മൾ ഓവർ ഡ്യൂ എന്ന് പറയുമ്പോൾ, ഒരു അസറ്റ് ഓവർ ഡ്യൂ ആയാൽ ഉടനെ അതിനെ എൻ പി ആയി പരിഗണിക്കില്ല. ഓവർ ഡ്യൂ ആയാലും അത് എൻ പി ആവില്ല. എൻ പി ആകണം. അതായത് ഓവർ ഡ്യൂ, ഇപ്പോ ഇന്ന് ഒരാള് ഒരു ലോണിന്റെ ഇൻസ്റ്റാൾമെന്റ് അടയ്ക്കേണ്ട ദിവസമാണ്. അപ്പൊ ഇന്ന് ഇൻസ്റ്റാൾമെന്റ് അടയ്ക്കുന്നില്ല. ഇന്ന് ഇൻസ്റ്റാൾമെന്റ് അടയ്ക്കാതെ വന്നാൽ കൃത്യമായി ലോണിന്റെ ഇൻസ്റ്റാൾമെന്റ് അടയ്ക്കേണ്ട ദിവസം അത് അടയ്ക്കാൻ കഴിയുന്നില്ലെങ്കിൽ ആ ലോണിനെ സ്പെഷ്യൽ മെൻഷൻ അക്കൗണ്ട് SMA-0 എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലേക്ക് മാറും. അത് 30 ദിവസം അവിടെ നിൽക്കും. SMA-0. ഇനി ആ 31ാമത്തെ ദിവസം ഈ 30 ദിവസത്തിനകത്ത് അയാൾ പൈസ അടയ്ക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, അത് വീണ്ടും ശരിയായ ലോണായിട്ട് മാറും. 30 ദിവസം കഴിഞ്ഞിട്ടും അയാൾ പൈസ അടച്ചില്ലെങ്കിൽ 31ാമത്തെ ദിവസം അത് മറ്റൊരു കാറ്റഗറിയിലേക്ക് മാറും. അതിന് SMA-1 എന്ന് പറയും, സ്പെഷ്യൽ മെൻഷൻ അക്കൗണ്ട് 1. അപ്പോ മൊത്തം 60 ദിവസമായി. ഈ 60 ദിവസവും അയാൾ ഇനി ഈ 60 ദിവസം തികയുന്നത് വരെ പൈസ അടച്ചില്ലെങ്കിൽ 61ാമത്തെ ദിവസം അത് മറ്റൊരു കാറ്റഗറിയിലേക്ക് മാറും. അതിന് SMA സ്പെഷ്യൽ മെൻഷൻ അക്കൗണ്ട് 2 എന്ന് പറയും. അപ്പൊ SMA-0 30 ദിവസം, SMA-1 30 ദിവസം, SMA-2 30 ദിവസം, അപ്പൊ 90 ദിവസമായി. ഈ 90 ദിവസവും ഇത് മുടങ്ങിക്കിടക്കുകയാണെങ്കിലാണ് 91ന്റെ അന്ന് അത് ND ആയി തീരുക. 90 ദിവസം വരെ ഇങ്ങനെയാണ് പോവുക. SMA-0, SMA-1, SMA-2. ഇങ്ങനെ 90 ദിവസം കഴിഞ്ഞാൽ വീണ്ടും അത് അടയ്ക്കുന്നില്ല എന്നുണ്ടെങ്കിൽ 91 ഡേയ്സ് ആകുമ്പോൾ 91ാമത്തെ ദിവസം അത് NPA ആയി തീരും, നോൺ പെർഫോമിംഗ് അസറ്റ് എന്ന് പറയും. അപ്പൊ അതാണ് അസറ്റുകളെ നമ്മൾ തരംതിരിക്കുന്നത് തന്നെ. പെർഫോമിംഗ് അസറ്റ്, നോൺ പെർഫോമിംഗ് അസറ്റ്, ഡൗട്ട്ഫുൾ അസറ്റ്, ലോസ് അസറ്റ്. അത് കേട്ടു വെച്ചേക്കണേ. അസറ്റുകളെ 4ആയിട്ടാണ് തരംതിരിക്കുക. പെർഫോമിംഗ് അസറ്റ്, നോൺ പെർഫോമിംഗ് അസറ്റ്, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ്, സബ് സ്റ്റാൻഡേർഡ്, ഡൗട്ട്ഫുൾ, പിന്നെ ലോസ് അസറ്റ്, ഇങ്ങനെയൊക്കെ പറയും.
ശരി പോട്ടെ. അപ്പോൾ നമുക്ക് അറിയേണ്ടത് NPA എന്ന് പറയുമ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ 121ാമത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ പറഞ്ഞത്. NPA മീൻസ് നോൺ പെർഫോമിംഗ് അസറ്റ് നിങ്ങൾ പറഞ്ഞു. അടുത്ത അതിൽ തന്നെ 122ാമത്തെ ക്വസ്റ്റ്യൻ, ഫ്രം ദി ഫോളോയിങ് ഫൈൻഡ് ഔട്ട് ദ ഓൾഡ് ഫണ്ട് ഓഫ് സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക്. സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ ഓൾഡ് ഫണ്ട് ഏതെന്നാണ് ചോദിക്കുന്നത്. ഓൾഡ് ഫണ്ട് എന്ന് പറഞ്ഞാൽ അവരുടെ സ്വന്തം പണം. അതിൽ കൊടുത്തിരിക്കുന്നത് 1 ഷെയർ ക്യാപിറ്റൽ, 2 സ്റ്റാറ്റ്യൂട്ടറി റിസർവ്, 3 ഡിബഞ്ചർ ക്യാപിറ്റൽ, 4 ഡെപ്പോസിറ്റ്. അതായത് ഏതായിരിക്കും ഷെയർ ക്യാപിറ്റൽ. ഷെയർ ക്യാപിറ്റലാണ് അതായത് സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നതാണ് അവരുടെ ഓൾഡ് ഫണ്ട് എന്ന് പറയും. ഇനി അടുത്തത് 23ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 23 മീഡിയം ടേം ലോൺസ് ആർ ഗിവൺ ഫോർ എ പീരീഡ് ഓഫ്. എത്ര വർഷത്തേക്കാണ് മീഡിയം ടേം ലോൺസ് കൊടുക്കുക? 3 years. 3 years. അത് 3 to 5 years എന്നൊക്കെ പറയും. പക്ഷെ നമുക്ക് 3 years എന്ന് പറഞ്ഞാൽ മതി. 3 to 5 years. 5 yearsന് മുകളിലുള്ളതാണ് സാധാരണ ലോങ് ടേം ആയി കണക്കാക്കുക. നമുക്ക് മീഡിയം ടേം ലോൺസ് ആർ ഗിവൺ ഫോർ എ പീരീഡ് ഓഫ് ഡാഷ്. മീഡിയം ടേം ലോണുകൾ എത്ര കാലയളവിലേക്കാണ് കൊടുക്കുക? അത് ഇവിടെ ആൻസർ കൊടുത്തിരിക്കുന്നത് 2, 3, 5. 5 അല്ലേ സാർ ആൻസർ? 3 to 5 years. 3 വർഷം മുതൽ 5 വർഷം വരെ ആകാം. അപ്പൊ മാക്സിമം നമ്മൾ എടുക്കുകയാണെങ്കിൽ 5 years എന്ന് പറയാം. ഇനി ലോങ് ടേം ലോൺ ആണ് ചോദിക്കുന്നതെങ്കിൽ അത് നമ്മൾ പുസ്തകത്തിൽ കിടക്കുന്ന പോലെ പറയാൻ പറ്റില്ല. അത് 7 വർഷമുണ്ട്, 15 വർഷമുണ്ട്. ഇപ്പൊ ഹൗസിംഗ് ലോണൊക്കെ ആണെങ്കിൽ 30 years വരെ കൊടുക്കും. അപ്പൊ ലോങ് ടേം ലോണിന്റെ പീരീഡിന് കൃത്യമായിട്ട് അങ്ങനെ പറയാൻ പറ്റില്ല. ഷോർട്ട് ടേം ലോൺ എന്ന് പറയുന്നത് 1 വർഷം മുതൽ 3 വർഷം വരെ ആവാം. 3 വർഷം മുതൽ 5 വർഷം വരെ മീഡിയം ടേം ലോൺ. അപ്പൊ അതിന്റെ മിനിമം പീരീഡ് 3 വർഷം എന്ന് പറയാം. എത്ര വർഷത്തേക്ക് കൊടുക്കാന്ന് വെച്ചാൽ 3 വർഷം മുതൽ 5 വർഷം വരെ. അപ്പൊ മാക്സിമം ആണെങ്കിൽ 5 വർഷം വരെ മീഡിയം ടേം ലോണിന്റെ പീരീഡാണ്. അതെടുക്കാം, നമുക്ക് 5 വർഷം ഒന്ന് എടുക്കാം. അടുത്തത് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ക്രിയേറ്റ് സ്റ്റാറ്റ്യൂട്ടറി റിസർവ് ഫണ്ട് ഫ്രം. ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റി സ്റ്റാറ്റ്യൂട്ടറി റിസർവ് ഉണ്ടാക്കുന്നത് ഏതിൽ നിന്നാണ്? ഉത്തരം കൊടുത്തിരിക്കുന്നത് ഗ്രോസ് പ്രോഫിറ്റ്, നെറ്റ് പ്രോഫിറ്റ്, ഡെപ്പോസിറ്റ്, ഷെയർ ക്യാപിറ്റൽ. നെറ്റ് പ്രോഫിറ്റ്. നെറ്റ് പ്രോഫിറ്റിൽ നിന്നാണ് സ്റ്റാറ്റ്യൂട്ടറി റിസർവ് ഉണ്ടാക്കുക. പ്രോഫിറ്റ് ഇല്ലെന്നുണ്ടെങ്കിൽ പ്രോഫിറ്റിന്റെ എത്ര ശതമാനം വരെ സ്റ്റാറ്റ്യൂട്ടറി റിസർവിലേക്ക് മാറ്റാൻ? നോട്ട് ലെസ് ദാൻ 15% കുറയരുത്. കൂടിയാൽ എത്ര വേണമെങ്കിലും 15% കുറയാത്ത തുക ലാഭത്തിൽ നിന്നും എന്തിലേക്ക്? ലാഭത്തിന്റെ 15% കുറയാത്ത തുക സ്റ്റാറ്റ്യൂട്ടറി റിസർവിലേക്ക് മാറ്റണം. അപ്പോ സ്റ്റാറ്റ്യൂട്ടറി റിസർവ് എന്തിൽ നിന്ന് മാറ്റുക? ഇനി അത് റിസർവ് ഫണ്ടാണ്. ഒരു കമ്പനി നമ്മൾ പറയുന്ന ബാങ്കുകളെ സംബന്ധിച്ചിടത്തോളം സ്റ്റാറ്റ്യൂട്ടറി റിസർവ് എന്ന് പറയുന്നത് അവർ ഓരോ വർഷം ഉണ്ടാക്കുന്ന ലാഭത്തിന്റെ 25% വേണമെന്നാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ബാങ്കുകൾ പലപ്പോഴും ക്രിയേറ്റ് ചെയ്യുന്നത് 20 to 25% ആണ്. അപ്പൊ നമുക്ക് 25 തന്നെ പറയാം. ആ ബാങ്കുകൾ ഉണ്ടാക്കുന്ന ലാഭത്തിന്റെ 25%, അതായത് അല്ലെങ്കിൽ ഈ 25 എന്ന് പറയുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പറഞ്ഞിരിക്കുന്നതാണ്. പ്രാക്ടിക്കലായിട്ട് ബാങ്കുകളെല്ലാം ചെയ്യുന്നത് 20% ആണ്. 20% അവര് റിസർവ് ഫണ്ടിലേക്ക് മാറ്റും. അത് ബിഫോർ ദി ഡിക്ലറേഷൻ ഓഫ് ഡിവിഡൻഡ്. എല്ലാ ബാങ്കുകളും അവരുടെ ലാഭത്തിന്റെ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്നതിന് മുമ്പുള്ള ലാഭത്തിന്റെ 20% ഏതിലേക്ക്? റിസർവ് ഫണ്ട്, സ്റ്റാറ്റ്യൂട്ടറി റിസർവ് എന്ന് പറയുന്ന ഫണ്ടിലേക്ക് മാറ്റണം. കേട്ടുവോ? 15 കുറയരുതെന്നല്ലേ സർ? കേട്ടില്ല. 15 കുറയരുതെന്നല്ലേ? അല്ല, അത് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലെ റിസർവ് ഫണ്ട്. അതേപോലെ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലെ റിസർവ് ഫണ്ട് എന്ന് പറയുന്നത് ലാഭത്തിന്റെ 15% കുറയാത്ത തുക. ഇത് നമ്മൾ ബാങ്കിങ് സെക്ടർ അല്ലാതെ ബാങ്ക് എടുക്കുമ്പോൾ ബാങ്കിങ്, കോഓപ്പറേറ്റീവ് സൊസൈറ്റി അല്ല, ബാങ്കിങ്ങിൽ സ്റ്റാറ്റ്യൂട്ടറി റിസർവ് ഇവിടെ സ്റ്റാറ്റ്യൂട്ടറി റിസർവ് എന്ന് ഉദ്ദേശിക്കുന്ന അതാണ്. മറ്റേത് റിസർവ് ഫണ്ട് എന്നല്ലേ നമ്മൾ പറയാം. കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ലാഭത്തിന്റെ 15% കുറയാത്ത തുക മാറ്റുന്നത് എങ്ങോട്ടാണ്?
റിസർവ് ഫണ്ട് റിസർവ് ഫണ്ട്. അത് റിസർവ് ഫണ്ടിലേക്കാണ്. ഇവിടെ നമ്മൾ ഇത് ചോദ്യം ചോദിച്ചിരിക്കുന്നത് നോക്കിയേ, കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ക്രിയേറ്റ് സ്റ്റാറ്റ്യൂട്ടറി റിസർവ്. കോഓപ്പറേറ്റീവ് സൊസൈറ്റി സ്റ്റാറ്റ്യൂട്ടറി റിസർവ് എന്ന് ഉദ്ദേശിക്കുന്നത് റിസർവ് ഫണ്ടാണ്. അത് നോട്ട് ലെസ് ദാൻ 15%. പക്ഷേ ഈ കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി റിസർവ് എന്ന് പറയാൻ 20% ഓഫ് നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ഡിക്ലെയറിംഗ് ഡിവിഡൻഡ്. ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്നതിന് തൊട്ടു മുമ്പുള്ള നെറ്റ് പ്രോഫിറ്റിന്റെ 20% കുറയാത്ത തുക സ്റ്റാറ്റ്യൂട്ടറി റിസർവിലേക്ക് മാറ്റണം ആസ് പെർ ബാങ്കിങ് റെഗുലേഷൻ ആക്ട്. കേട്ടുവോ? BR ആക്ട് അനുസരിച്ച് എത്ര രൂപയാണ്? 20%. നോട്ട് ലെസ് ദാൻ 20%. 20%-ൽ കുറയാത്തത്. പക്ഷെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ 25% എന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്കിലും 20% മെയിൻറ്റെയിൻ ചെയ്യാൻ അനുവദിക്കുന്നുണ്ട്. ബാങ്കുകൾ 20% ആണ് ഇപ്പോ അങ്ങനെ മാറ്റിവെക്കുന്നത്. പക്ഷെ ഇവിടെ കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത് കൊണ്ട് നമുക്ക് പറയാം 15%. അത് എന്തിൽ നിന്ന്? ഔട്ട് ഓഫ് പ്രോഫിറ്റ്. എപ്പോ? ബിഫോർ ഡിക്ലെയറിംഗ് ഡിവിഡൻഡ്. അടുത്തത് അക്കൗണ്ടിംഗ് സിസ്റ്റം ഫോളോഡ് ബൈ ഡിസ്ട്രിക്ട് ഹോൾസെയിൽ കോഓപ്പറേറ്റീവ് സ്റ്റോർ. അതായത് ഡിസ്ട്രിക്ട് ഹോൾസെയിൽ കോഓപ്പറേറ്റീവ് സ്റ്റോർ അവരുടെ ഒരു പ്രത്യേക അക്കൗണ്ടിംഗ് സിസ്റ്റം ഉണ്ട്. അത് ഏതാണെന്ന് ചോദിക്കുന്നത്. സിംഗിൾ അക്കൗണ്ട് സിസ്റ്റം, ഡബിൾ അക്കൗണ്ട് സിസ്റ്റം, ഡബിൾ കമ്പാർട്ട്മെന്റ് സിസ്റ്റം, പിന്നെ നൺ ഓഫ് ദിസ്. എന്തോ ഡബിൾ കമ്പാർട്ട്മെന്റ് സിസ്റ്റം. ഡിസ്ട്രിക്ട് ഹോൾസെയിൽ സ്റ്റോറുകൾ കീപ്പ് ചെയ്യുന്ന ഒരു അക്കൗണ്ടിംഗ് സിസ്റ്റമാണ് ഈ ഡബിൾ കമ്പാർട്ട്മെന്റ് സിസ്റ്റം എന്ന് പറയുന്നത്. പക്ഷെ ഈ ഡിസ്ട്രിക്ട് നമ്മൾ ഈ പറയുന്ന ഹോൾസെയിൽ സ്റ്റോർ എന്നൊക്കെ പറയുന്ന ഇപ്പം അതൊന്നും വലുതായിട്ടില്ല. എല്ലാം ഏകദേശം ഈ കൺസ്യൂമർ സ്റ്റോറുകളെല്ലാം അസ്തമിച്ച മട്ടാണ്. നാട്ടിലുടനീളം ഈ സൂപ്പർ മാർക്കറ്റുകളും വലിയ വലിയ മാളുകളും ഒക്കെ വന്നപ്പോ ഈ കൺസ്യൂമർ സ്റ്റോറുകൾക്കൊന്നും വലിയ പ്രസക്തിയില്ല. പിന്നെ അങ്ങ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ പോലും അതൊക്കെ ഓക്സിജൻ കൊടുത്തും അല്ലെങ്കിൽ വെന്റിലേറ്ററും ഒക്കെ കിടക്കുന്നതാണ്. അല്ലാതെ എന്ന് പറഞ്ഞാൽ ഊർജ്ജശ്വാസം വലിച്ച് ഇങ്ങനെ നടന്നു പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എങ്കിലും നമുക്ക് പഠിച്ചു വെക്കാം. ഡിസ്ട്രിക്ട് ഹോൾസെയിൽ സ്റ്റോറുകൾ കീപ്പ് ചെയ്യുന്ന അക്കൗണ്ടിംഗ് സിസ്റ്റമാണ് ഡബിൾ കമ്പാർട്ട്മെന്റ് സിസ്റ്റം. ഓക്കെ, അടുത്തത് ട്രാൻസാക്ഷൻ. 26ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യന്റെ ആ കോഡ് നമ്പർ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. 26ാമത്തത് ട്രാൻസാക്ഷൻസ് ഇൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആർ ഫസ്റ്റ് റെക്കോർഡഡ് ഇൻ ദി രജിസ്റ്റർ കാൾഡ്. സഹകരണ സംഘങ്ങളുടെ ഇടപാടുകൾ ആദ്യമായി റെക്കോർഡ് ചെയ്യുന്ന രജിസ്റ്ററിന് പറയുന്ന പേരെന്ത്? സഹകരണ സംഘങ്ങളുടെ കാഷ് ബുക്ക്, ജനറൽ ലെഡ്ജർ, ഡേ ബുക്ക്, നൺ ഓഫ് ദീസ്. ഡേ ബുക്ക്. പറയട്ടെ. ഇതിനകത്ത് ജേണൽ എന്നും ഡേ ബുക്ക് എന്നും ഉത്തരം തരുന്നു എന്നിരിക്കട്ടെ. നിങ്ങൾ ഡേ ബുക്കേ പറയാവൂ. അതായത് കോഓപ്പറേറ്റീവ് സൊസൈറ്റി അവരുടെ ഇടപാടുകൾ ആദ്യം രേഖപ്പെടുത്തുന്ന ആദ്യത്തെ ബുക്ക് എന്ന് പറയുന്നതാണ് നാൾവഴി അഥവാ ഡേ ബുക്ക് എന്ന് പറയുന്നത്. പക്ഷെ അത് നമ്മൾ സാധാരണ ഡബിൾ എൻട്രിയിൽ നമ്മൾ പഠിക്കുന്ന ജേണൽ തന്നെയാണ്. പക്ഷെ അതിന് ജേണൽ എന്ന് വിളിക്കില്ല അവര്. നമ്മളിപ്പോ ഒരു സൊസൈറ്റി ചെന്നിട്ട് ജേണൽ എഴുതിയെന്ന് ചോദിച്ചാൽ അവർക്ക് അത് വലിയ പിടി കിട്ടണമെന്നില്ല. കാരണം ജേണലല്ല അവിടെ ഉപയോഗിക്കുന്നത്. അവരതിന് പറയുന്ന പേര് ഡേ ബുക്ക് എന്നാണ്. അങ്ങനെ തന്നെ പറയാവുള്ളൂ കേട്ടോ. കോഓപ്പറേറ്റീവ് സൊസൈറ്റി, ഓൺ ദി കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആർ റെക്കോർഡ് ഓർ റെക്കോർഡിംഗ് their transactions at first in a book called ഡേ ബുക്ക്. നാൾവഴി എന്നാണ് പറയാം. പക്ഷെ ഈ ഡേ ബുക്ക് തന്നെയാണ് ജേണൽ. അതിന് കുഴപ്പമില്ല. പക്ഷെ ഡേ ബുക്ക് തന്നെ പറയാം. കോഓപ്പറേറ്റീവ് സൊസൈറ്റി ആണെങ്കിൽ ഡേ ബുക്ക്. അടുത്തത് ഇപ്പൊ നമ്മൾ പറഞ്ഞത് 26ാമത്തെ ക്വസ്റ്റ്യൻ. അടുത്ത 27. The basic statement used to prepare final account in a cooperative society is. The basic statement used to prepare final account in a cooperative society. ഇത് ഇനിയും ചോദിക്കാനുള്ള യുവത്വമുള്ള ക്വസ്റ്റ്യനാണ്. അതായത് ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റി അവരുടെ ഫൈനൽ അക്കൗണ്ട് ഉണ്ടാക്കുന്നതിനുള്ള ബേസിക് ആയിട്ട് എടുക്കുന്ന അതിന്റെ അടിസ്ഥാന സ്റ്റേറ്റ്മെന്റ് ഏതാണ്? സാധാരണ കൊടുത്തിരിക്കുന്നത് ഒന്ന് ട്രയൽ ബാലൻസ്, ബി റെസീറ്റ് ആൻഡ് ഡിസ്ബേഴ്സ്മെന്റ് സ്റ്റേറ്റ്മെന്റ്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, ജനറൽ ലെഡ്ജർ. ശരി ഏതാണെന്ന് നിങ്ങൾ പറഞ്ഞ? R&D അല്ലെ? റെസീറ്റ് ആൻഡ് ഡിസ്ബേഴ്സ്മെന്റ് സ്റ്റേറ്റ്മെന്റ് എന്നാണ്. റെസീറ്റ് ആൻഡ് പേയ്മെന്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് റെസീറ്റ് ആൻഡ് ഡിസ്ബേഴ്സ്മെന്റ് സ്റ്റേറ്റ്മെന്റ്.
ഇത് ഈ റെസീറ്റ് ആൻഡ് ഡിസ്ബേഴ്സ്മെന്റ് സ്റ്റേറ്റ്മെന്റിന് ബിസിനസ് ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലെ റെസീറ്റ് ആൻഡ് ഡിസ്ബേഴ്സ്മെന്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഒരു കൊമേഴ്സ്യൽ കൺസേണിലെ എന്തിനു തുല്യമാണ്? ട്രയൽ ബാലൻസ്. ട്രയൽ ബാലൻസ്. പക്ഷെ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ ഈ ട്രയൽ ബാലൻസിൽ കാണിക്കുന്നത് ബാലൻസുകളാണ്. ട്രയൽ ബാലൻസ് കാണിക്കുന്നത് ബാലൻസുകളാണ്. മറിച്ച് റെസീറ്റ് ആൻഡ് ഡിസ്ബേഴ്സ്മെന്റ് കാണിക്കുന്നത് ബാലൻസ് അല്ല, ടോട്ടലുകളാണ്. അതായത് നിങ്ങളിൽ ഒരാളിന് 50,000 രൂപ വായ്പ തന്നു. നിങ്ങൾ ആ വായ്പ രാമകൃഷ്ണനാണ് 50,000 രൂപ വായ്പ കൊടുത്തത്. അയാൾ 30,000 രൂപ തിരിച്ചടച്ചു. ഇതൊരു ഇടപാട് മാത്രമേ ഉള്ളൂ നിങ്ങൾ കൂട്ടുക. യഥാർത്ഥത്തിൽ 50,000 രൂപ കൊടുത്തു, 30,000 രൂപ തിരിച്ചടച്ചു, ഇനി 20,000 രൂപ കിട്ടാനുണ്ട്. ഈ 20,000 രൂപ മാത്രമല്ലേ നമ്മൾ ട്രയൽ ബാലൻസിൽ കാണിക്കുള്ളൂ. ട്രയൽ ബാലൻസിൽ ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും. അത് ഡെബിറ്റ് ബാലൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ അയാൾക്ക് കൊടുത്തു, അയാളുടെ അക്കൗണ്ടിൽ ഡെബിറ്റ് വരും, ട്രയൽ ബാലൻസ് ഡെബിറ്റിൽ അത് കാണിക്കും. പക്ഷേ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ അങ്ങനെയല്ല. നമ്മൾ അയാളിന് 50,000 രൂപ കൊടുത്തു, ഇനി അയാൾ നമുക്ക് ഇങ്ങോട്ട് 30,000 രൂപ തിരിച്ചു തന്നു. ബാക്കി എത്ര രൂപയുണ്ട്? ബാക്കി 20 രൂപ. ഈ 20 രൂപയല്ല കാണിക്കുന്നത്, കൊടുത്തത് പേയ്മെന്റ് ആയി കാണിക്കും, കിട്ടിയത് റെസീറ്റ് ആയി കാണിക്കും. കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഡെബിറ്റും ക്രെഡിറ്റും ഇല്ല. കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ റെസീറ്റും പേയ്മെന്റും മാത്രമേ ഉള്ളൂ. ഒരിക്കലും അവര് ഡെബിറ്റ് ചെയ്ത് ക്രെഡിറ്റ് എന്നൊക്കെ ചോദിച്ചാൽ അവർക്കറിയില്ല. അവിടെ അങ്ങനെയല്ല യൂസ് ചെയ്യുന്നത്. അവർക്ക് 2 കാര്യങ്ങളേ ഉള്ളൂ, വരവുക ചെലവുക, റെസീറ്റ് പേയ്മെന്റ്, ഇത് മാത്രമേ ഉള്ളൂ. അപ്പോ കോഓപ്പറേറ്റീവ് സൊസൈറ്റി റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്, റെസീറ്റ് ആൻഡ് ഡിസ്ബേഴ്സ്മെന്റ് സ്റ്റേറ്റ്മെന്റിനെ ബേസ് ചെയ്തുകൊണ്ടാണ് അവർ ഫൈനൽ അക്കൗണ്ട് ഉണ്ടാക്കുക. അപ്പോൾ ഈ റെസീറ്റ് ആൻഡ് ഡിസ്ബേഴ്സ്മെന്റ് സ്റ്റേറ്റ്മെന്റിനെ ബേസ് ചെയ്തുകൊണ്ട് ഫൈനൽ അക്കൗണ്ട് ഉണ്ടാക്കുമ്പോൾ അവിടെ ചോദിക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഈ റെസീറ്റ് ആൻഡ് ഡിസ്ബേഴ്സ്മെന്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ക്യാഷ് ബുക്ക് പോലെ ഇരിക്കും. വരവുകളും ചെലവുകളുമാണ് അതിനകത്തുള്ളത്. ഇതിന്റെ ക്ലോസിംഗ് ബാലൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? റെസീറ്റ് ആൻഡ് ഡിസ്ബേഴ്സ്മെന്റ് സ്റ്റേറ്റ്മെന്റിന്റെ ക്ലോസിംഗ് ബാലൻസ് എവിടെ കാണിക്കുമെന്ന് പറയാമോ? റെസീറ്റ് ആൻഡ് ഡിസ്ബേഴ്സ്മെന്റ് സ്റ്റേറ്റ്മെന്റിന്റെ ബാലൻസ് ഷീറ്റിൽ തന്നെ ബാലൻസ് ഷീറ്റിൽ അസറ്റ് ആയി കാണിക്കും. റെസീറ്റ് ആൻഡ് ഡിസ്ബേഴ്സ്മെന്റ് സ്റ്റേറ്റ്മെന്റിന്റെ ക്ലോസിംഗ് ബാലൻസ് എന്ന് പറയുന്ന ക്യാഷ് ഇൻ ഹാൻഡ് ആണ്. അത് നമ്മുടെ കയ്യിലുള്ള ക്യാഷ് ബാലൻസ് ആണ്. അത് ബാലൻസ് ഷീറ്റിൽ അസറ്റ് ആയി കാണിക്കും. ഈ റെസീറ്റ് ആൻഡ് ഡിസ്ബേഴ്സ്മെന്റ് സ്റ്റേറ്റ്മെന്റ് വെച്ചുകൊണ്ട് നമ്മൾ ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കുന്നിരിക്കട്ടെ. എങ്ങനെയാണ്? ട്രയൽ ബാലൻസ് വെച്ചുകൊണ്ട് നമ്മൾ അതാണ് നിങ്ങൾ അറിയേണ്ടത്. ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ട്രയൽ ബാലൻസ് അല്ല ബാലൻസ് ഷീറ്റ് കാണിക്കുന്നത് എന്ത് ഫിഗർ ആണോ മക്കളെ? നെറ്റ് ഫിഗർ ആണോ ബാലൻസിങ് ഫിഗർ ആണോ? കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ബാലൻസ് ഷീറ്റിൽ നമ്മൾ എഴുതി വെക്കുന്നത്, ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ ഷീറ്റ് ഓഫ് ബാലൻസസ് എന്നാണ്. ബാലൻസുകളുടെ ഷീറ്റാണ് ഷീറ്റ് ഓഫ് ബാലൻസസ്. അപ്പൊ ബാലൻസുകളുടെ ഷീറ്റാണ് ബാലൻസ് ഷീറ്റ് എന്ന് പറയാം. ഏതൊക്കെ അക്കൗണ്ടിനാണ് ബാലൻസ് ഉള്ളത്? എത്ര? കുഴപ്പമില്ല, നിങ്ങൾ പറഞ്ഞോളൂ. ഏതൊക്കെ അക്കൗണ്ട്? മൊത്തം 3 അക്കൗണ്ടുകളല്ലേ? ഈ പേഴ്സണൽ റിയൽ നോമിനൽ എന്ന് പറയുന്നതിൽ ഈ നോമിനൽ അക്കൗണ്ട് ആദ്യം നമ്മൾ ക്ലോസ് ചെയ്യുകയല്ലേ കേട്ടിട്ടുള്ളത്? അപ്പൊ നോമിനൽ അക്കൗണ്ടിന് എന്തില്ല? ബാലൻസ് ഇല്ല. നോമിനൽ അക്കൗണ്ടിന് ബാലൻസ് ഇല്ല. All the nominal accounts are to be closed every year by transferring the same to the profit and loss account. നോമിനൽ അക്കൗണ്ട് ഓരോ വർഷവും ക്ലോസ് ചെയ്ത് അതിന്റെ ബാലൻസ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് മാറ്റുകയാണ്. അപ്പൊ നോമിനൽ അക്കൗണ്ടിന് പിന്നെ ബാക്കിയില്ല ഓരോ വർഷവും. ഈ വർഷം നമ്മൾ സാലറി കൊടുത്തു, അത് മുഴുവൻ ക്ലോസ് ചെയ്ത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് മാറ്റും. പിന്നെ സാലറി ബാക്കിയില്ല. എല്ലാ നോമിനൽ അക്കൗണ്ട് അങ്ങനെയാണ്. നോമിനൽ അക്കൗണ്ട് നമ്മൾ ബാലൻസ് ചെയ്യാറില്ല, പകരം എന്താ ചെയ്യുന്നത്? ക്ലോസ്. അത് തന്നെ നോമിനൽ അക്കൗണ്ടുകൾ. അക്കൗണ്ട് നമ്മൾ ബാലൻസ് ചെയ്യുമല്ലോ. എല്ലാ അക്കൗണ്ടുകളും ബാലൻസ് ചെയ്യുമോ എന്ന് ചോദിച്ചാൽ പറയണം, എല്ലാ അക്കൗണ്ടുകളും ബാലൻസ് ചെയ്യുന്നതല്ല. ബാലൻസ് ചെയ്യുന്ന അക്കൗണ്ടുകൾ പേഴ്സണൽ അക്കൗണ്ടുകളും റിയൽ അക്കൗണ്ടുകളും മാത്രമേ ഉള്ളൂ. നോമിനൽ അക്കൗണ്ടുകൾ ബാലൻസ് ചെയ്യില്ല.
നോമിനൽ അക്കൗണ്ടുകൾ ക്ലോസ് ചെയ്യും. നോമിനൽ അക്കൗണ്ട്സ് ആർ ടു ബി ക്ലോസ്ഡ് ബൈ ട്രാൻസ്ഫറിംഗ് ഇറ്റ് ടു ദ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. നോമിനൽ അക്കൗണ്ട് ക്ലോസ് ചെയ്ത് അത് ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടുകളിലേക്ക് മാറ്റുക. ഇനി അപ്പൊ ബാലൻസ് ചെയ്യുന്ന അക്കൗണ്ടുകൾ ഏതൊക്കെ? പേഴ്സണൽ അക്കൗണ്ടുകളും റിയൽ അക്കൗണ്ട്. റിയൽ അക്കൗണ്ട്. അപ്പൊ പേഴ്സണൽ അക്കൗണ്ടുകൾക്കും റിയൽ അക്കൗണ്ടുകൾക്കും മാത്രമല്ലേ ബാലൻസുകൾ ഉള്ളൂ. അതെ. അപ്പൊ ആ ബാലൻസുകൾ കാണിക്കുന്ന ഷീറ്റാണ് ബാലൻസ് ഷീറ്റ്. അപ്പൊ ഒന്നുകൂടെ നമ്മൾ വിശദമായി പറഞ്ഞ ബാലൻസ് ഷീറ്റ് ഈസ് എ ഷീറ്റ് ഓഫ് പേഴ്സണൽ ആൻഡ് റിയൽ അക്കൗണ്ട് ബാലൻസസ് അല്ലെ. പേഴ്സണൽ അക്കൗണ്ടുകളുടെയും റിയൽ അക്കൗണ്ടുകളുടെയും ബാലൻസ് കാണിക്കുന്ന ഷീറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ബാലൻസ് ഷീറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അവിടെയാണ് ഞാൻ പറഞ്ഞത്, കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ബാലൻസ് ഷീറ്റ് കാണിക്കുന്ന ഫിഗർ എന്ത് ഫിഗറാണ്? നെറ്റ് ഫിഗർ ആണോ ബാലൻസിംഗ് ഫിഗർ ആണോ? അത്രേ ഉള്ളൂ. ടോട്ടൽ അല്ല മക്കളെ, കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ബാലൻസ് ഷീറ്റ് കാണിക്കുന്നത് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞില്ലേ, അവർക്ക് ബാലൻസ് ഇല്ല, അവർ അക്കൗണ്ടുകളിൽ ബാലൻസ് ചെയ്യുന്നില്ല. കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ബാലൻസ് ഷീറ്റ് കാണിക്കുന്നത് നെറ്റ് ഫിഗർ, നെറ്റ് എമൗണ്ട് ആണ്, നെറ്റ് എമൗണ്ട്. പക്ഷെ ഒരു കൊമേഴ്സ്യൽ കൺസേണിന്റെ ബാലൻസ് ഷീറ്റ് കാണിക്കുന്നത് എന്താണ്? ബാലൻസ്. ഒരു കൊമേഴ്സ്യൽ കൺസേണിന്റെ, ഒരു ബിസിനസ് സ്ഥാപനത്തിന്റെ ബാലൻസ് ഷീറ്റ് കാണിക്കുന്നത് ബാലൻസ്. ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ബാലൻസ് ഷീറ്റ് കാണിക്കുന്നത് നെറ്റ് എമൗണ്ട്. ഇത് ചോദിച്ചിട്ടുള്ളതാണ്. ബാലൻസ് എമൗണ്ട് ആണോ നെറ്റ് എമൗണ്ട് ആണോ എന്ന് ചോദിച്ചാൽ നെറ്റ് എമൗണ്ട്. ഇനി മറ്റൊന്നും കൂടി, ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ബാലൻസ് ഷീറ്റിൽ നമ്മൾ അസറ്റ് ലയബിലിറ്റി ആണല്ലോ ബാലൻസ് ഷീറ്റ് ഉള്ളത്. അസറ്റ് എങ്ങനെ എഴുതുക? എങ്ങനെ എഴുതുമെന്ന് ചോദിച്ചാൽ അസറ്റ് എങ്ങനെ കണ്ടുപിടിക്കും? ഒരു വർഷം ഇപ്പൊ 2025 ഈ 2025 ഏപ്രിലിൽ ബാലൻസ് ഷീറ്റിനകത്ത് നമ്മൾ ഒരു അസറ്റ് ഇടുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഫർണിച്ചർ എന്ന് പറഞ്ഞ് 50,000 രൂപ എഴുതി വെച്ചു. ഇത് എങ്ങനെ കിട്ടിയതാ? കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ബാലൻസ് ഷീറ്റിനകത്ത് നമ്മൾ അസറ്റ് ഫർണിച്ചർ എന്ന് പറഞ്ഞ് 50,000 രൂപ എഴുതി വെച്ചു. ഇത് എങ്ങനെ കിട്ടിയതാണ്? അതുവരെ വാങ്ങി നമ്മള് അതുവരെ വാങ്ങിയത് അതിന് പോകൂലില്ല, വരവില്ല. അതിന് പോക്കൂല്ല, വരവില്ല. സാധനം വാങ്ങല്ലേ. കയ്യിലുള്ള ഫർണിച്ചറുകളുടെ കണക്കല്ലേ വരിക. അതുവരെ ഒരിക്കലും പോക്കൂല്ല, വരവില്ല. അത് അങ്ങനെയാണ് അതിന്റെ ഇത് വരുന്നത്. പോക്കും വരവില്ലാത്തത് എങ്ങനെയാ? അതായത് ക്യാഷ് അതല്ല, വിൽക്കലല്ല, അത് ക്യാഷ് കൊടുത്ത് വാങ്ങണതല്ലേ. ക്യാഷ് കൊടുക്കുമ്പോ അതിനനുസരിച്ചിട്ടുള്ള ഒരു മൂല്യമുള്ള സാധനപ്പുറത്ത് വരുന്നുണ്ടല്ലോ. ഞാൻ ചോദിച്ചത് നിങ്ങൾക്ക് മനസ്സിലായില്ല. ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ബാലൻസ് ഷീറ്റിനടുത്ത് ഫർണിച്ചർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ 50,000 രൂപ എഴുതി വെച്ചു. ഇത് എങ്ങനെയാണ് നിങ്ങൾക്ക് കിട്ടിയത്? ആ വർഷം സ്റ്റോക്ക് നിൽക്കുന്നത് ഓപ്പണിംഗ് ബാലൻസ് പ്ലസ് പർച്ചേസ് പ്ലസ് മൈനസ് സ്റ്റോക്ക് അല്ലേ നോക്കുന്നത്? അല്ല മക്കളെ, പറഞ്ഞില്ല. കഴിഞ്ഞ വർഷത്തെ ബാലൻസ് ഷീറ്റിലെ ഫിഗർ എടുക്കുന്നത്, അതായത് ഓപ്പണിംഗ് ബാലൻസ്. കഴിഞ്ഞ വർഷത്തെ ബാലൻസ് ഷീറ്റ് എടുക്കണോട് അതിനകത്തുള്ള ബാലൻസ് എടുക്കണം. കഴിഞ്ഞ വർഷത്തെ ഫർണിച്ചർ 30,000 ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞ വർഷത്തെ ബാലൻസ് ഷീറ്റ്. ഇനി ഈ വർഷത്തെ R&D എടുക്കണം, റെസീറ്റ് ആൻഡ് ഡിസ്ബേഴ്സ്മെന്റ് സ്റ്റേറ്റ്മെന്റ്. റെസീറ്റ് ആൻഡ് ഡിസ്ബേഴ്സ്മെന്റ് സ്റ്റേറ്റ്മെന്റിൽ ഫോർ എക്സാമ്പിൾ ഡെബിറ്റില് അല്ല റെസീറ്റിൽ ഫർണിച്ചർ വന്നാൽ അതിന്റെ അർത്ഥം എന്താ? പുതിയത് വാങ്ങിച്ചു, ആ വർഷം വാങ്ങിയത്, ആ വർഷം പുതിയത് വാങ്ങിയിട്ടുണ്ട്. അല്ല മക്കളെ, ഡെബിറ്റിൽ വന്നാൽ വിറ്റിട്ടുണ്ട്. റെസീറ്റ് ആൻഡ് ഡിസ്ബേഴ്സ്മെന്റ് ക്യാഷ് വന്നു പോയത് എന്നാണ്. റെസീറ്റ് ആൻഡ് ഡിസ്ബേഴ്സ്മെന്റ് കാണിക്കുന്നത് ക്യാഷിന്റെ വരവും പോക്കല്ലേ. അപ്പൊ റെസീറ്റ് ആൻഡ് ഡിസ്ബേഴ്സ്മെന്റിന്റെ റെസീറ്റ് സൈഡിൽ ഫർണിച്ചർ എന്ന് പറഞ്ഞാൽ ഫർണിച്ചർ വിറ്റു, ആ ഇനത്തിൽ ക്യാഷ് വന്നു എന്നല്ലേ. അപ്പൊ റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിന്റെ ഡിസ്ബേഴ്സ്മെന്റ് സൈഡിൽ, അതായത് പേയ്മെന്റ് സൈഡിൽ ഫർണിച്ചർ എന്ന് പറഞ്ഞാൽ ആ ഫർണിച്ചർ വാങ്ങി, ഫർണിച്ചർ ഇനത്തിൽ ക്യാഷ് പോയി എന്ന്. അപ്പോ റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിന്റെ റെസീറ്റിലാണ് ഫർണിച്ചർ വരുന്നെങ്കിൽ ഫർണിച്ചർ ഇനത്തിൽ ക്യാഷ് വന്നു, ക്യാഷാണ് ഇവിടെ.
കാശ് വന്നു, പേയ്മെന്റിൽ അല്ലെങ്കിൽ ഡിസ്ബേഴ്സ്മെന്റ് സൈഡിൽ ഫർണിച്ചർ വന്നാൽ ഫർണിച്ചർ ഇനത്തിൽ കാശ് പോയി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം റെസീറ്റ് ആൻഡ് ഡിസ്ബേഴ്സ്മെന്റിന്റെ ഡെബിറ്റിൽ റെസീറ്റിൽ ഫർണിച്ചർ വന്നാൽ ഫർണിച്ചർ വിറ്റു അല്ലേ? അതെ 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 അതിന്റെ പേയ്മെന്റിന്റെ ഫർണിച്ചർ വന്നാൽ ഫർണിച്ചർ വാങ്ങി, ഉറപ്പ് തന്നെ. അതെ അതെ. അപ്പൊ നമ്മൾ ഇനി ബാലൻസ് ഷീറ്റിൽ ഫർണിച്ചർ കാണിക്കുന്നത് എങ്ങനെയാണ്? ഫർണിച്ചർ എന്നല്ല ഏതൊരു അസറ്റും ഇങ്ങനെയാണ്. ഓപ്പണിംഗ് ബാലൻസ് ആദ്യം വെക്കണം, ചോദിച്ചിട്ടുള്ളത് പരീക്ഷയ്ക്ക്. ഓപ്പണിംഗ് ബാലൻസ് പ്ലസ് പേയ്മെന്റ്. പേയ്മെന്റ് R&Dയിലെ പേയ്മെന്റ്, ഓപ്പണിംഗ് ബാലൻസ് പ്ലസ് ഇനി R&Dയിലേക്ക് വരും പേയ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ പർച്ചേസ്, അതാണ് പേയ്മെന്റ്സ്. ദെൻ R&Dയിലെ ഡെബിറ്റ് റെസീറ്റിൽ ഫർണിച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സെയിൽ അല്ലേ, അത് റെസീറ്റ്. അപ്പോ ഒരു അസറ്റ് കാണിക്കുന്നത് ഇങ്ങനെയാണ്. ഓപ്പണിംഗ് ബാലൻസിനോടൊപ്പം ആ അസറ്റ് ആണെങ്കിൽ R&Dയുടെ പേയ്മെന്റ് സൈഡിലുള്ളത് കൂട്ടി R&Dയുടെ റെസീറ്റ് സൈഡിലുള്ളത് കുറയ്ക്കും, അങ്ങനെ ബാക്കി കിട്ടും. അങ്ങനെയാണ് ഏതൊരു അസറ്റും ഇടുന്നത്. അങ്ങനെ ഏത് അസറ്റും കാശ് ഒഴികെ. കാശ് എവിടെ നിന്ന് കിട്ടുമെന്നാ പറഞ്ഞത്? ഡെപ്പോസിറ്റ്. കാശ് R&Dയുടെ ക്ലോസിംഗ് ബാലൻസ് എന്നല്ലേ നിങ്ങൾ ആദ്യം പറഞ്ഞു? ക്ലോസിംഗ് ബാലൻസ്. R&Dയുടെ Cash ക്ലോസിംഗ് in hand closing balance അല്ലേ ബാലൻസ് ചെയ്യില്ല. പക്ഷെ ബാക്കി ഏത് അസറ്റും എഴുതുന്നത് ഇങ്ങനെയാണ്. എങ്ങനെയാ അസറ്റ് എഴുതുക? ഓപ്പണിംഗ് ബാലൻസ് പ്ലസ് പേയ്മെന്റ്. പേയ്മെന്റ് മൈനസ് എന്നാൽ ഇനി ഒന്നുകൂടി, ഇത് ലയബിലിറ്റി ആണെങ്കിലോ മക്കളെ? ബാലൻസ് ഷീറ്റിലെ ലയബിലിറ്റി കാണിക്കുന്നത് എങ്ങനെയാണെന്ന് പറ. ഇപ്പൊ ഞാൻ പറയുന്നു, നമുക്കൊരു ലോൺ ഉണ്ടായിരുന്നു, അതായത് ലോൺ നമ്മുടെ ലയബിലിറ്റി അല്ലേ? അതെ അതെ. 50,000 രൂപയുടെ ലോൺ, കഴിഞ്ഞ വർഷത്തെ ബാലൻസ് ഷീറ്റിൽ 50,000 രൂപയുടെ ലോൺ കിടപ്പുണ്ട്. ഈ വർഷത്തെ റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്, റെസീറ്റ് ആൻഡ് ഡിസ്ബേഴ്സ്മെന്റ് അക്കൗണ്ട് എടുക്കുമ്പോൾ അതിന്റെ റെസീറ്റില് 20,000 ഉണ്ട്, അതിന്റെ പേയ്മെന്റില് 10,000 ഉണ്ട്. കഴിഞ്ഞ വർഷം 50,000 ഉണ്ട്. ഈ വർഷത്തെ റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിന്റെ റെസീറ്റില് 20,000 ഉണ്ട്, പേയ്മെന്റില് 10,000 ഉണ്ട്. ഈ റെസീറ്റിന് 20,000 വന്നാൽ അതിന്റെ അർത്ഥം എന്താ? ലോൺ കുറഞ്ഞു. ലോൺ എടുത്തെന്നാണോ തിരിച്ചു കൊടുത്തെന്നാണോ? തിരിച്ചടച്ചു. റെസീറ്റിലല്ലേ വന്ന 20,000? ലോൺ കൂടി. 20,000 വരും പറയുമ്പോ അത്രയും കൂടെ ലോൺ വന്നതല്ലേ? വന്നു. പേയ്മെന്റിന് 10,000 വന്നു എന്ന് പറഞ്ഞാൽ അത്രയും ലോൺ തിരിച്ചടച്ചു. പേയ്മെന്റ് അടച്ചു. അപ്പോ പുതിയത് കാണിക്കുന്ന അടുത്ത നമ്മൾ എഴുതാൻ പോകുന്ന ബാലൻസ് ഷീറ്റിൽ എഴുതേണ്ടത് ഓപ്പണിംഗ് ബാലൻസ് പ്ലസ് ലയബിലിറ്റി ആണ്. ഓപ്പണിംഗ് ബാലൻസ് പ്ലസ് റെസീറ്റ് മൈനസ് പേയ്മെന്റ് എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റിലുള്ളത് കുറയ്ക്കും. അസറ്റ് ആണെങ്കിൽ തിരിച്ചാ ഓപ്പണിംഗ് ബാലൻസ് പ്ലസ് പേയ്മെന്റ് മൈനസ് റെസീറ്റ്. ലയബിലിറ്റി ആണെങ്കിൽ ഓപ്പണിംഗ് ബാലൻസ് പ്ലസ് റെസിറ്റ് മൈനസ് ലയബിലിറ്റി. അപ്പോ ഇവിടെ എഴുതുന്നത് ബാലൻസ് അല്ല, നിങ്ങൾ അറിയേണ്ടത് ഓപ്പണിംഗ് ബാലൻസ് എടുക്കുന്നു, അതോടൊപ്പം ലയബിലിറ്റി ആണെങ്കിൽ റെസീറ്റ് കൂട്ടുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പോഴും നമ്മൾ എടുത്തത് കൂട്ടുന്നു, തിരിച്ചടച്ചത് പേയ്മെന്റ് കുറയ്ക്കുന്നു, ബാക്കി കിട്ടുന്നത് ബാലൻസ് അല്ല, അത് നെറ്റ് ഫിഗർ എന്നാ പറയുന്നത്. പിടികിട്ടിയ? അപ്പൊ ബാലൻസ് ഷീറ്റ് കാണിക്കുന്നത് നെറ്റ് ഫിഗറാണ്. കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ബാലൻസ് ഷീറ്റ് കാണിക്കുന്നത് നെറ്റ് ഫിഗറുകളാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത്, ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഫൈനൽ അക്കൗണ്ട് ഉണ്ടാക്കുന്നതിന്റെ അടിസ്ഥാനമായിട്ട് എടുക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഏതെന്ന് ചോദിച്ചാൽ R&D ആണ്. കൊമേഴ്സ്യൽ കൺസേൺ ആണെങ്കിൽ അത് ട്രയൽ ബാലൻസ് ആണ്. പക്ഷെ നമ്മൾ അറിയേണ്ടത് ഏതെങ്കിലും കോഓപ്പറേറ്റീവ് സൊസൈറ്റി, ഇപ്പൊ ഞാൻ പറയുന്നു കോഓപ്പറേറ്റീവ് അർബൻ ബാങ്ക്, അത് റിസർവ് ബാങ്കിന്റെ നിയന്ത്രണത്തിലുള്ള അർബൻ ബാങ്ക് ആണെങ്കിൽ അവിടെ 2 തരത്തിലുള്ള ആഡിറ്റ് ഉണ്ട്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കുന്നത് തന്നെ അങ്ങനെയാണ്. അവിടെ R&D ഉണ്ടാക്കും, ട്രയൽ ബാലൻസ് ഉണ്ടാക്കും. ഈ R&D എന്ന് പറയുന്നത് നമ്മുടെ കോഓപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് ആഡിറ്റ് നടത്തുന്നത് R&D വെച്ച് ഫൈനൽ അക്കൗണ്ട് ഉണ്ടാക്കിയിട്ടാണ്. പക്ഷെ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഇത് ചെയ്യുന്നത് എപ്പോഴും എങ്ങനെയാണ്? അത് ട്രയൽ ബാലൻസ് ഉണ്ടാക്കിയിട്ടല്ലേ അല്ലേ? അതെ അതെ. അപ്പൊ ഈ അർബൻ കോഓപ്പറേറ്റീവ് ബാങ്ക്, കോഓപ്പറേറ്റീവ് അർബൻ ബാങ്ക് എടുക്കുമ്പോൾ അവിടെ 2 തരത്തിലുള്ള ആഡിറ്റ് ഉണ്ട്. അതായത്
നമ്മളെ കോഓപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് സംസ്ഥാന ഗവൺമെന്റ് നടത്തുന്ന ഓഡിറ്റ് ഉണ്ട്, അല്ലെങ്കിൽ അവരുടെ രീതിയുണ്ട്, പിന്നെ ഗവൺമെന്റിന്റെ ചാർട്ടേഡ് അക്കൗണ്ടന്റ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് വേണ്ടി നടത്തുന്ന ഏർപ്പാടുണ്ട്. അപ്പൊ ഇത് രണ്ടിലും 2 സ്റ്റേറ്റ്മെന്റുകളാണ് ഫൈനൽ അക്കൗണ്ട് ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുന്നത്. നമ്മുടെ ഗവൺമെന്റ് നടത്തുന്ന രീതി അനുസരിച്ചാണെങ്കിൽ 6 ആണ്ടി വെച്ചിട്ട് ഫൈനൽ അക്കൗണ്ട് ആക്കുന്നു. റിസർവ് ബാങ്കിന്റെ നിയമം അനുസരിച്ച് ട്രയൽ ബാലൻസ് വെച്ചിട്ട് ഫൈനൽ അക്കൗണ്ട് ഉണ്ടാക്കുന്നു. ശരി, പോട്ടെ. അപ്പൊ നമുക്കത് കുഴപ്പമില്ല, അറിയാം. അടുത്ത 27 ഞാൻ പറഞ്ഞത്. 28 സ്റ്റേറ്റ്മെന്റ് ഓഫ് ഓഡിറ്റ് ഈസ് പ്രിപ്പയർഡ് ബൈ സ്റ്റേറ്റ്മെന്റ് ഫോർ ഓഡിറ്റ്. സ്റ്റേറ്റ്മെന്റ് ഫോർ ഓഡിറ്റ് ഈസ് പ്രിപ്പയർഡ് ബൈ ഓരോന്ന് പറയുന്നു. ഓഡിറ്റർ, പിന്നെ സൊസൈറ്റി, രജിസ്ട്രാർ, സ്റ്റേറ്റ്മെന്റ് ഫോർ ഓഡിറ്റ് എന്നാ പറഞ്ഞു. സൊസൈറ്റി സൊസൈറ്റി ഉണ്ടാക്കി കൊടുക്കണം. അടുത്തത് മലയാളത്തിൽ പറയോ സാറേ? മലയാളത്തിൽ പറയണം അല്ലേ? അതെ, അതാ മലയാളത്തിലാണത്. ഓഡിറ്റിന് വേണ്ടി വരുന്ന സ്റ്റേറ്റ്മെന്റുകൾ തയ്യാറാക്കി കൊടുക്കുന്നത് ആരാണ്? സൊസൈറ്റി. സൊസൈറ്റി തയ്യാറാക്കി കൊടുക്കുക. ഓഡിറ്റർക്ക് സൊസൈറ്റിയാണ് അതെല്ലാം തയ്യാറാക്കി കൊടുക്കുന്നത്. ആ സ്റ്റേറ്റ്മെന്റുകൾ വെച്ചിട്ടാണ് പിന്നെ ഓഡിറ്റർ അത് ഓഡിറ്റ് ചെയ്യുക. അവർ ഓരോന്നിന്റെയും സ്റ്റേറ്റ്മെന്റ്, ലോണിന്റെ സ്റ്റേറ്റ്മെന്റ്, ചിട്ടിയുടെ സ്റ്റേറ്റ്മെന്റ്, ഡെപ്പോസിറ്റ് സ്റ്റേറ്റ്മെന്റ്, ഏതൊക്കെ ഡെപ്പോസിറ്റ് ഉണ്ടോ അതിന്റെ എല്ലാം സ്റ്റേറ്റ്മെന്റുകൾ ശരിയാക്കി കൊടുക്കണം. ഈ സ്റ്റേറ്റ്മെന്റിനകത്ത് എന്താ കാണിക്കുക? സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ രാമകൃഷ്ണന് ലോൺ കൊടുത്തു. അപ്പോ ഈ വർഷത്തിന്റെ ആരംഭത്തിൽ രാമകൃഷ്ണൻ എത്ര ലോൺ ഉണ്ടായിരുന്നു, പിന്നെ ഈ വർഷം രാമകൃഷ്ണൻ എത്ര ലോൺ കൊടുത്തു, രാമകൃഷ്ണൻ അതിൽ എത്ര രൂപ ലോൺ തിരിച്ചടച്ചു, ഇനി രാമകൃഷ്ണന്റെ ലോൺ എത്ര രൂപ ബാക്കി നിൽക്കുന്നു, പിടികിട്ടിയ ഇതാ സ്റ്റേറ്റ്മെന്റ്. അത് 100 കണക്കിന് ആളുകളെ കാണത്തില്ല. ഇതെല്ലാം കൂടെ എഴുതി ഒരു സ്റ്റേറ്റ്മെന്റ് ഓരോ സ്റ്റേറ്റ്മെന്റുകളാക്കി കൊടുക്കും. ഇതെല്ലാം ഉണ്ടാക്കി കൊടുക്കേണ്ട ജോലി സൊസൈറ്റിക്കാണ്. അപ്പൊ ഓഡിറ്റിന് വേണ്ട സ്റ്റേറ്റ്മെന്റ് ആരുണ്ടാക്കി കൊടുക്കുമെന്ന് ചോദിച്ചാൽ അത് സൊസൈറ്റി തന്നെ ഉണ്ടാക്കി കൊടുക്കണം. പ്രത്യേകിച്ച് പേര് പറയുകയാണെങ്കിൽ സെക്രട്ടറി ഉണ്ടാക്കി കൊടുക്കണം. അടുത്തത് 29ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദി ഫോളോവിംഗ് ഈസ് നോട്ട് ഇൻക്ലൂഡഡ് അണ്ടർ ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീം? മലയാളം ഞാൻ പറയാം. വിച്ച് ഓഫ് ദി ഫോളോവിംഗ് ഈസ് നോട്ട് ഇൻക്ലൂഡഡ് അണ്ടർ ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീം? ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ആൻഡ് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ എന്ന് പറയുന്നൊരു സംഭവം കേട്ടിട്ടുണ്ടല്ലോ നിങ്ങൾ? ഈ ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ആൻഡ് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ 1900 എന്നുണ്ടാക്കി? 78 ജൂലൈ 15 ഉണ്ടാക്കിയ സ്ഥാപനമാണ് ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ആൻഡ് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ. ഈ ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ആൻഡ് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ അനുമതി പ്രത്യേക മലയാളം വേണ്ടല്ലോ. നിക്ഷേപങ്ങൾക്ക് സുരക്ഷിതത്വം നൽകുന്ന സ്ഥാപനം, അത്രേ ഉള്ളൂ. അപ്പൊ ഈ ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ആൻഡ് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ എന്ന് പറയുന്നത് അവരുണ്ട്. അത് എന്തിനു വേണ്ടി ഉണ്ടാക്കിയതാ? ഡെപ്പോസിറ്റുകളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുക. ഇപ്പൊ നമ്മൾ പറയുന്നു, ഇപ്പൊ കരുവന്നൂർ ബാങ്ക്, അതിനെന്തോ സാമ്പത്തിക ക്രമക്കേടുകളൊക്കെ നടന്ന് കുറെ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറയുന്നു. ഒരുപാട് ഡെപ്പോസിറ്റേഴ്സിന്, അങ്ങനെ പലയിടത്തും ചില ഡെപ്പോസിറ്റേഴ്സിനൊക്കെ പൈസ കിട്ടാനില്ലേ? ഉണ്ട്. ഈ പൈസക്ക് എന്താ ഗ്യാരണ്ടി? വലുതായിട്ടൊന്നുമില്ല. പക്ഷെ നിങ്ങൾ അറിയാം, വേറെ ഒരു ചെറിയ ഏർപ്പാട് അവിടെ ഉണ്ട്. അതുകൊണ്ട് തുച്ഛമായ രൂപ. ഈ ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ആൻഡ് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ ഇപ്പോ എല്ലാ ബാങ്കുകളിലെ നിക്ഷേപങ്ങൾക്ക് അവര് ഒരു ഉറപ്പ് കൊടുക്കുന്നു. നിങ്ങൾ ഇട്ടിരിക്കുന്ന നിക്ഷേപം ബാങ്ക് പൊളിഞ്ഞാൽ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. ഇങ്ങനെ ഒരു ഉറപ്പ് ഈ കോർപ്പറേഷൻ നിക്ഷേപകർക്ക് കൊടുക്കും. ഏത് നിക്ഷേപകർക്ക്? 5 ലക്ഷം അംഗമായ സംഘങ്ങളിലുള്ള നിക്ഷേപകർ. ഞാൻ പറയട്ടെ, അത് ഞാൻ ഈ പറഞ്ഞു വരുന്നത് പരീക്ഷയ്ക്ക് ചോദിച്ച നല്ലൊരു ക്വസ്റ്റ്യനാണ്. ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഈ ഡെപ്പോസിറ്റിന് ഒരു ഇൻഷുറൻസ് കവറേജ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും കാരണവശാൽ ബാങ്ക് പൊളിഞ്ഞാൽ നിങ്ങൾക്ക് ആ കവറേജ് അനുസരിച്ച് പൈസ കിട്ടും. അത് എത്രയാണെന്ന് ഞാൻ പറയാം. ഇത് ആർക്ക് പൈസ കിട്ടും? ഇപ്പൊ ഞാൻ പറയട്ടെ, ഞാൻ കുറെ പണം ഇട്ടിട്ടുണ്ട്, നിങ്ങൾ കുറെ പണം ഇട്ടിട്ടുണ്ട്, യൂസുഫ് അലി കുറെ പണം ഇട്ടിട്ടുണ്ട്,
ഞാൻ 5 ലക്ഷം രൂപ ഇട്ടു, നിങ്ങൾ 10 ലക്ഷം രൂപ ഇട്ടു, പിന്നെ 2, 3 ഒക്കെ ഇട്ടവരുണ്ട്. യൂസഫ് അലി 10 കോടി രൂപ ഇട്ടു. ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് കവറേജിന്റെ ഇൻഷുറൻസ് ഗ്യാരണ്ടി കോർപ്പറേഷന്റെ അതിന്റെ കവറേജ് അതുമൂലം സുരക്ഷിതത്വം കിട്ടുന്നത് സ്മോൾ ഡെപ്പോസിറ്റേഴ്സ്. സ്മോൾ ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ നീളം കുറഞ്ഞ ഡെപ്പോസിറ്റ് എന്നല്ല തുക. അപ്പൊ ഞാൻ ഒരു 10 ലക്ഷം രൂപ ഡെപ്പോസിറ്റ്, നിങ്ങൾ 5ഉം 2ഉം ഒക്കെ ഇല്ലേ? ഞാനും ഒക്കെ ആടോ മക്കളെ സ്മോൾ ഡെപ്പോസിറ്റേഴ്സ്. യൂസഫ് അലി എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം വലിയ മുതലാളി, അദ്ദേഹം വലിയ ഡെപ്പോസിറ്ററാണ്. അദ്ദേഹത്തിന് ഇതിന്റെ ഗ്യാരണ്ടി ഒന്നുമില്ല. അല്ല, ഈ ഗ്യാരണ്ടി കൊണ്ട് വലിയ ഫലമില്ല. എന്തോന്ന് ഫലം നിങ്ങൾ ആലോചിച്ച് നോക്കി. 2 ലക്ഷം രൂപ ഇട്ട് എനിക്ക് ആ 2 ലക്ഷം ബാങ്ക് പൊളിച്ചത് കൊണ്ട് 2 ലക്ഷം രൂപയും ഈ കോർപ്പറേഷൻ തരും. എനിക്ക് കുഴപ്പമില്ലല്ലോ, ഞാൻ ഹാപ്പിയാണ്. ഇനി നിങ്ങൾ നോക്കണം, 2 ലക്ഷം ഒരാളിന് കൊടുക്കത്തുള്ളൂ. 10 കോടി രൂപ ഇട്ട യൂസഫ് അലി മുതലാളിക്ക് 2 ലക്ഷം വലിയ കിട്ടൂ? 5 കിട്ടൂല്ലേ സാറേ? 5 കിട്ടോ? 5 ലക്ഷം കിട്ടൂലേ? 5 ലാഖ് കിട്ടൂലേ? അല്ല, ഞാൻ 5 ലേക്കല്ല പറഞ്ഞു. ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞു. 2ആണ് കൊടുക്കുന്നതെങ്കിൽ ഈ യൂസഫ് അലി മുതലാളിക്ക് 2 ലക്ഷം അല്ലേ കിട്ടൂ? അതെ അതെ. അദ്ദേഹത്തിന് അതൊന്നും അല്ലല്ലോ. അത് അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുകയല്ല. ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ആൻഡ് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷന്റെ പ്രഥമമായ ദൗത്യം സ്മോൾ ഡെപ്പോസിറ്റേഴ്സിന്റെ അവർക്ക് ഇൻഷുറൻസ് കവറേജ് കൊടുക്കുന്നു. അത് ഒരു ഡെപ്പോസിറ്റ് എന്ന് പറയുമ്പോ ഡെപ്പോസിറ്റ് പെർ കസ്റ്റമർ, ഒരു കസ്റ്റമർക്ക് എത്ര രൂപയുടെ? 5 ലക്ഷം രൂപയുടെ കവറേജ് കിട്ടും. അതിൽ കൂടുതലില്ല. പക്ഷെ അത് ഒരു കസ്റ്റമർക്കാണ്. ഡെപ്പോസിറ്റ് പെർ കസ്റ്റമർ 5 ലക്ഷം രൂപ. ഇത് മുതലാണോ പലിശയാണോ? മുതലും പലിശയും കൂടി ചേർത്തിട്ടാണോ 5 ലക്ഷം രൂപയുടെ കവറേജ്? മൊത്തം മുതലും പലിശയും കൂടി. മുതലും പലിശ എല്ലാം കൂടി ചേർന്നിട്ട്. അപ്പൊ ഞാൻ 2 ലക്ഷം രൂപ ഇട്ടിട്ടുണ്ട്. ആ മുതലും പലിശയോട് ചേർത്തിട്ട് 2.5 ലക്ഷം രൂപയായി. എനിക്ക് 2.5 ബാങ്ക് പൊളിഞ്ഞാൽ 2.5 ലക്ഷം രൂപയും ഈ കോർപ്പറേഷൻ തരുമല്ലോ. ഞാൻ 5 ലക്ഷം രൂപ ഇട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ 4 ലക്ഷം രൂപ ഇട്ടിട്ടുണ്ട്. 1.5 ലക്ഷം രൂപ പലിശയോടെ കൂട്ടി 5.5 ലക്ഷം രൂപയാണ്. കോർപ്പറേഷൻ എനിക്ക് എത്ര തരും? 5 ലക്ഷം രൂപ. ഒരാളിന് പരമാവധി കൊടുക്കാവുന്നത് ഡെപ്പോസിറ്റ് എത്ര രൂപ? റുപ്പീസ് 5 lakh per customer. പക്ഷെ അവിടെ വേറെ കാര്യം, എനിക്ക് 5 ലക്ഷം രൂപ എന്റെ ഡെപ്പോസിറ്റ് കിട്ടി. എനിക്കും എന്റെ ഭാര്യയ്ക്കും കൂടി ഒരു ഡെപ്പോസിറ്റ് ഉണ്ട്, അത് 4 ലക്ഷം. അതിന് കിട്ടും. കാര്യം എന്താ? അവിടെ ഡെപ്പോസിറ്റ് മാറിയില്ലേ? പെർ കസ്റ്റമർ എന്നാ പറഞ്ഞത്, പെർ ഡെപ്പോസിറ്റ്. എനിക്കും എന്റെ ഭാര്യയ്ക്കും എന്റെ മോനും കൂടെ ചേർന്നിട്ടൊരു ഡെപ്പോസിറ്റ് ഉണ്ട്, അതിനും കിട്ടില്ലേ? കിട്ടും. അപ്പോ ഒരു അക്കൗണ്ടിനല്ല, ഒരു ഡെപ്പോസിറ്റർക്ക് 5 ലക്ഷം രൂപയുടെ കവറേജ് ഈ ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ആൻഡ് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ കൊടുക്കും. അത് ഡെപ്പോസിറ്റിന്റെ ഉള്ളൂ. അത് ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണെങ്കിലും, സേവിങ്സ് ഡെപ്പോസിറ്റ് ആണെങ്കിലും, റെക്കറിംഗ് ഡെപ്പോസിറ്റ് ആണെങ്കിലും, പിന്നെ കറന്റ് ഡെപ്പോസിറ്റ് ആണെങ്കിലും, എല്ലാ ഡെപ്പോസിറ്റിനും ഈ കവറേജ് കിട്ടും. പക്ഷേ അത് ചിട്ടിക്ക് കിട്ടൂല. ഇവിടെ കൊടുത്തിരിക്കുന്നത് ചിട്ടി, ഫിക്സഡ് ഡെപ്പോസിറ്റ്, കറന്റ് ഡെപ്പോസിറ്റ്, സേവിങ്സ് ബാങ്ക് ഡെപ്പോസിറ്റ്. ഏത് ഡെപ്പോസിറ്റിന് ഈ കവറേജ് കിട്ടില്ല? ഏതിന് കവറേജ് ഇല്ല? ഡെപ്പോസിറ്റിനാണ്. ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ആൻഡ് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ ഈ കവറേജ് 5 ലക്ഷം രൂപയുടെ കവറേജ് കൊടുക്കുന്നത്, ഇൻഷുറൻസ് കവറേജ് കൊടുക്കുന്ന ഡെപ്പോസിറ്റിനാണ്, ചിട്ടിക്കല്ല. 5 ലക്ഷം രൂപ മുതലും പലിശയും കൂടി ചേർത്തിട്ടാണ്, അത് മറ്റൊരു കാര്യം. ഇത് പെർ കസ്റ്റമർ ആണ്. അപ്പൊ ഒരാളിന് തന്നെ ഈ കസ്റ്റമർ ഒരാളിന് തന്നെ, ഇപ്പൊ എനിക്ക് മാത്രം, എനിക്ക് ഭാര്യയോടുള്ളത് വേറെ, എനിക്ക് ഭാര്യയ്ക്ക് മോനോടുള്ള അക്കൗണ്ട് വേറെ അല്ലെ? ഇനി ഞാൻ തന്നെ ഈ ഒരു സ്ഥാപനത്തിന്റെ സെക്രട്ടറി അല്ലെങ്കിൽ പ്രസിഡന്റ് എന്നുള്ള പേരുള്ള ഒരു ഡെപ്പോസിറ്റ് ഉണ്ട് എന്നിരിക്കട്ടെ, അതിന്റെ ഒഫീഷ്യൽ നെയിമാണ്. അങ്ങനെ ഒഫീഷ്യൽ കപ്പാസിറ്റിയിലാണെങ്കിൽ അതിനും കിട്ടും. അപ്പോ ഒരു കസ്റ്റമർക്ക് എത്ര രൂപയുടെ? 5 ലക്ഷം രൂപയുടെ കവറേജ് ഇൻക്ലൂഡിങ് പ്രിൻസിപ്പൽ ആൻഡ് ഇൻട്രസ്റ്റ്, അത്രയും കിട്ടും. ഇവിടെ ചോദിച്ചൊരു ചോദ്യം അത് തന്നെയാണ്. വിച്ച് ഓഫ് ദി ഫോളോവിങ് ഈസ് നോട്ട് ഇൻക്ലൂഡഡ് അണ്ടർ ദി ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീം? താഴെ പറഞ്ഞിരിക്കുന്നത് ഏതാണ് ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീമിൽ ഉൾപ്പെടാത്തത്? അത്
ഒന്ന് ഇവിടെ കൊടുത്തിരിക്കുന്ന ചിട്ടി, ഫിക്സഡ് ഡെപ്പോസിറ്റ്, കറണ്ട് ഡെപ്പോസിറ്റ്, സേവിങ്സ് ബാങ്ക് ഡെപ്പോസിറ്റ്. ഫിക്സഡ് ഡെപ്പോസിറ്റ്, കറണ്ട്, സേവിങ്സ് ബാങ്ക്, ചിട്ടി. അപ്പൊ ചിട്ടിയാണ് അതിൽ വരാത്തത്. അടുത്തത്, വാട്ട് ഈസ് ദ റേറ്റ് ഓഫ്, ഞാൻ ഇംഗ്ലീഷ് വായിച്ചിട്ട് മലയാളം പറയാം. വാട്ട് ഈസ് ദ റേറ്റ് ഓഫ് എക്സസ് ഇൻട്രസ്റ്റ് പെയ്ഡ് ടു സീനിയർ സിറ്റിസൺ ഇൻ ദെയർ ഡെപ്പോസിറ്റ്? നമ്മുടെ നാട്ടില് സീനിയർ സിറ്റിസൺ എന്ന് പറയുന്നത് 65 വയസ്സോ അതിൽ കൂടുതലോ ഉള്ളവരല്ലേ? 60 വെരി സീനിയർ 60. അപ്പൊ 60 വയസ്സോ അതിൽ, മറ്റേത് വെരി സീനിയർ. അപ്പൊ 60 വയസ്സോ അതിൽ കൂടുതലോ ഉള്ള സിറ്റിസൺ, അവർ നമ്മൾ സീനിയർ സിറ്റിസൺസ് എന്ന് പറയും. അവർക്ക് ഈ നിക്ഷേപത്തിന്റെ ഇൻട്രസ്റ്റിൽ, പലിശയിൽ എന്തെങ്കിലും ഒരു പരിഗണനയുണ്ടോ? ഇവിടെ പറയുന്നത് 5% കൂടുതൽ. ആവശ്യമില്ലാത്ത പെർസെന്റേജ്. തെറ്റി. 5% അല്ല, അങ്ങനെയാണെങ്കിൽ ഇവിടെ 0.5. 0.5 ആണ്. ആ 5 അല്ലാതെ 5% 0.5 എന്ന് പറഞ്ഞാൽ 1/2%. 1/2%. എല്ലാവർക്കും 7% കൊടുക്കുമ്പോൾ അവർക്ക് 7.5% കൊടുക്കുക, അല്ലാതെ 7, 5, 12% കൊടുക്കില്ല. 0.5%, 0.5. അതാണ് 0.5% പലിശ സീനിയർ സിറ്റിസന് നിക്ഷേപത്തിന് അധികമായി കൊടുക്കും. ചോദ്യം അതാണ്, വാട്ട് ഈസ് ദ റേറ്റ് ഓഫ് എക്സസ് ഇൻട്രസ്റ്റ് പെയ്ഡ് ടു സീനിയർ സിറ്റിസൺ ഇൻ ദർ ഡെപ്പോസിറ്റ്? അത് 0.5% ആണ്, 0.5. അപ്പൊ 5% എന്ന് പറയുന്നത്. അടുത്തത്, ദ ഡേ ബുക്ക് ഈസ് കാൾഡ്. ഡേ ബുക്കിന് നമ്മൾ എന്ത് വിളിക്കുമെന്നാണ് ചോദിക്കുന്നത്. ഡേ ബുക്ക് ഈസ് കാൾഡ് എ, ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി. ബി, ഡേ ബുക്ക് എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഡേ ബുക്കിന് പറയുന്ന പേരെന്താണെന്നാണ്. ഡേ ബുക്ക് ഈസ് കാൾഡ് ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി, ബുക്ക് ഓഫ് സെക്കൻഡറി എൻട്രി, ബുക്ക് ഓഫ് പ്രൈം എൻട്രി. നൺ ഓഫ് ദിസ്. യഥാർത്ഥത്തിൽ പ്രൈമറി എൻട്രി. പ്രൈമറി എൻട്രി എന്ന് പറയുന്നത് പ്രൈം എൻട്രി. അത് തന്നെയാണ് ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി എന്ന് പറയുന്നത്. അത് തന്നെ യഥാർത്ഥ ലാംഗ്വേജ് 2 ഉത്തരവുണ്ട്. ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി എന്ന് പറയുന്നതും ബുക്ക് ഓഫ് പ്രൈം എൻട്രി എന്ന് പറയുന്നതും. കേട്ടുവോ? ബുക്ക് ഓഫ് ഫസ്റ്റ് എൻട്രി, ബുക്ക് ഓഫ് പ്രൈം എൻട്രി, ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി, ഇതാണ് നമ്മൾ സാധാരണ ജേണൽ എന്ന് പറയുന്നത്. ജേണലിന് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ പറയുന്നത് ഡേ ബുക്ക് എന്നാണ്, അല്ലേ? അപ്പൊ ഡേ ബുക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ബുക്ക് ഓഫ് ഫസ്റ്റ് എൻട്രി ആണ്, ബുക്ക് ഓഫ് പ്രൈം എൻട്രി ആണ്, ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി ആണ്. അപ്പോൾ ഇവിടെ 2 ഉത്തരം അതിനകത്ത് കൊടുത്തിട്ടുണ്ട്, ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി എന്നും ബുക്ക് ഓഫ് പ്രൈം എൻട്രി എന്നും. പിന്നെ നമുക്ക് പറയുകയാണെങ്കിൽ ഇതിൽ ഏത് വേണമെങ്കിലും പറഞ്ഞാലും ശരി തന്നെയാണ്. പിന്നെ പ്രത്യേകിച്ച് എന്തെങ്കിലും പറയാൻ പറ്റുമെന്ന് ചോദിച്ചാൽ, നിങ്ങൾ പറഞ്ഞതൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് പ്രൈം എൻട്രി പറയാം, അല്ലെങ്കിൽ ഒറിജിനൽ എൻട്രി പറയാം. ഒറിജിനൽ, അതായത് ഒരു ജേണൽ, ഒരു ട്രാൻസാക്ഷൻ ഉണ്ടായാൽ ആദ്യമായിട്ട് അത് രേഖപ്പെടുത്തുന്നത് എവിടെയെന്നാണ്. അതിന്റെ ആദ്യമായിട്ടുള്ള രേഖയ്ക്കാണ് ആ ഒറിജിനൽ എൻട്രിക്ക് പറയുന്ന പേരാണ് ജേണൽ എൻട്രി, അല്ലേ? അപ്പോ ഒരു ഡേ ബുക്കിന് പറയാവുന്ന മറ്റു പേര് ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി എന്ന് പറയാം, ബുക്ക് ഓഫ് പ്രൈം എൻട്രി, ബുക്ക് ഓഫ് പ്രൈം എൻട്രി എന്ന് പറയുന്നതും പ്രൈമറി എൻട്രി എന്ന് പറയുന്നത് ഒന്ന് തന്നെയാണ്. സെക്കൻഡറി എൻട്രി എന്ന് പറയുന്നത് ഏതാണ്? ബുക്ക് ഓഫ് സെക്കൻഡ് എൻട്രി, ലെഡ്ജർ, ബുക്ക് ഓഫ് സെക്കൻഡ് എൻട്രി, പ്രൈം എൻട്രി. ഈ 2 ബുക്കുകളിൽ ഏതാണ് പ്രധാനപ്പെട്ട ബുക്ക്? ജേണലാണോ? ജേണല് ഫസ്റ്റ് ബുക്കാണ്. ബട്ട് ഇറ്റ് ഈസ് എ സബ്സിഡിയറി ബുക്ക്. ജേണൽ സബ്ബാണ്. ലെഡ്ജർ ഈസ് ദ പ്രിൻസിപ്പൽ ബുക്ക്. ലെഡ്ജറാണ് പ്രിൻസിപ്പൽ ബുക്ക്. അതിന് നമ്മൾ പറയുന്ന മറ്റു പേരുണ്ട്, കിങ് ഓഫ് ബുക്സ് എന്ന് പറയും. എന്താ പറയും? കിങ് ഓഫ് ബുക്സ്. ബുക്കുകളുടെ രാജാവാണ് ആര്? ലെഡ്ജർ. അപ്പൊ പ്രധാനപ്പെട്ട ലെഡ്ജർ ബുക്ക് ഏത് തന്നെയാണ്? ലെഡ്ജർ. ജേണൽ എന്ന് പറയുന്നത് ബിസിനസ് ഇടപാടുകൾ ആദ്യം എഴുതുന്നതിന് ഉപയോഗിക്കുന്ന ബുക്ക് എന്നേ ഉള്ളൂ. അത് സബ്ബാണ്. ജേണൽ ഈസ് എ സബ്സിഡിയറി ബുക്ക്
ലെഡ്ജർ ഈസ് ദ പ്രിൻസിപ്പൽ ബുക്ക്. ജേണൽ സബ്സിഡിയറി ബുക്കാണ്, ലെഡ്ജർ പ്രിൻസിപ്പൽ ബുക്കാണ്. അപ്പൊ ഇവിടെ ഈ പറഞ്ഞ ചോദ്യത്തിന് ഉത്തരം ഡേ ബുക്ക് ഈസ് ഓൾസോ കാൾഡ് എന്താ പറയാ, ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി ശരിയാണ്, ബുക്ക് ഓഫ് പ്രൈം എൻട്രി രണ്ട് ഉത്തരവും ശരിയാണ്, ബുക്ക് ഓഫ് സെക്കൻഡറി എൻട്രി തെറ്റ്, നൺ ഓഫ് ദീസ് ആർ തെറ്റ്. രണ്ടുത്തരം എന്റെ കാഴ്ചപ്പാടിൽ ഇതിനകത്ത് രണ്ടുത്തരമുണ്ട്. ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി എന്ന് പറയുന്നതും ബുക്ക് ഓഫ് പ്രൈം എൻട്രി എന്ന് പറയുന്നതും ബുക്ക് ഓഫ് പ്രൈമറി എൻട്രി എന്ന് പറയുന്നതും എല്ലാം എന്ത് തന്നെ ജേണലാണ്. ജേണൽ തന്നെയാണ്. നമ്മൾ ജേണൽ എന്ന് പറയുന്നു, കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ അതിനെ ഡേ ബുക്ക് എന്ന്. അപ്പൊ ആ ചോദ്യത്തിന് അങ്ങനത്തെ ഒരു കാര്യമുണ്ട്. രണ്ട് ഉത്തരങ്ങളുണ്ട്. പിന്നെ വേണമെങ്കിൽ നമുക്ക് ഈ ഫസ്റ്റ് ആദ്യം ഇടപാട് എഴുതുന്നതല്ലേ, അതുകൊണ്ട് പ്രൈമറി എൻട്രി എന്ന് പറയും. അത് തന്നെയല്ലേ ഒറിജിനൽ. ഈ ഒറിജിനൽ എന്ന് പറഞ്ഞാൽ ഒറിജിനൽ ഡ്യൂപ്ലിക്കേറ്റ് എന്നുള്ള ഒറിജിനൽ അല്ല, ആവിർഭാവം എന്നുള്ളതാണ് തുടക്കം. ഒറിജിനൽ എൻട്രി എന്ന് പറഞ്ഞാൽ ആരംഭം രേഖ, ആരംഭരേഖ എന്ന് പറഞ്ഞാൽ പ്രാരംഭമായി നമ്മൾ എഴുതുന്ന ബുക്ക്. അതും രണ്ടും ഒരു ഉത്തരം തന്നെയാണ് അതിന്, അല്ല രണ്ടുത്തരം അതിന് നമുക്ക് പറയാം. അടുത്തത് അഫിലിയേഷൻ ഫീ ഓഫ് എ സൊസൈറ്റി ഈസ് കാൽക്കുലേറ്റഡ്. 132ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അഫിലിയേഷൻ ഫീ ഓഫ് എ സൊസൈറ്റി ഈസ് കാൽക്കുലേറ്റഡോ. ഒരു സൊസൈറ്റിയെ സംബന്ധിച്ചിടത്തോളം അഫിലിയേഷൻ ഫീ ഏതിന്റെ അടിസ്ഥാനത്തിലാണ് കണ്ടുപിടിക്കുക? അതിന്റെ പരിധി ഉത്തരം പറയാം. വർക്കിംഗ് ക്യാപിറ്റൽ, ഷെയർ ക്യാപിറ്റൽ, എമൗണ്ട് ഓഫ് ഡെപ്പോസിറ്റ് റിസീവ്ഡ്, എമൗണ്ട് ഓഫ് ലോൺ അഡ്വാൻസ്. വർക്കിംഗ് ക്യാപിറ്റൽ, ഷെയർ ക്യാപിറ്റൽ, എമൗണ്ട് ഓഫ് ഡെപ്പോസിറ്റ് റിസീവ്ഡ്, എമൗണ്ട് ഓഫ് ലോൺ റിസീവ്ഡ്. ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്നാണ്. പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ എത്ര രൂപ പിരിഞ്ഞടഞ്ഞ ഓഹരി മൂലധനം ഉണ്ടോ അതിന്റെ അടിസ്ഥാനത്തിലാണ് എന്ത് തീരുമാനിക്കുന്നത്? വർക്കിംഗ് അഫിലിയേഷൻ ഫീസ് എത്രയാണെന്ന് കണ്ടുപിടിക്കുന്നത് അങ്ങനെയാണ്. അടുത്തത് when receipt and disbursement statements of the current year is prepared, the opening balance will be നോക്കണം. when receipt and മലയാളം പറഞ്ഞോളൂ. when receipt and disbursement statement for the current year is prepared, the opening balance will be. അതായത് ഒരു വർഷത്തെ റെസീറ്റ് ആൻഡ് പേയ്മെന്റ്, റെസീറ്റ് ആൻഡ് ഡിസ്ബേഴ്സ്മെന്റ് സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കുമ്പോൾ ഓപ്പണിംഗ് ബാലൻസ് എവിടെ എഴുതും എന്നാണ് ചോദിക്കുന്നത്. ഓപ്പണിംഗ് ബാലൻസ് എവിടെ എഴുതാം? ഒരു വർഷം നോക്കണം ചോദ്യം ഒന്നുകൂടെ. when the receipt and disbursement statement for the current year is prepared, ഒരു കറന്റ് ഇയറിൽ അതായത് ഒരു പ്രത്യേക വർഷത്തെ, ഇപ്പൊ ഈ വർഷം തന്നെ വർഷത്തെ റെസീറ്റ് ആൻഡ് ഡിസ്ബേഴ്സ്മെന്റ് സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കുമ്പോൾ ഓപ്പണിംഗ് ബാലൻസ് വിൽ ബി. ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറയുന്നത് ഒന്ന് ദ ക്ലോസിംഗ് ബാലൻസ് ഓഫ് ദി ലാസ്റ്റ് ഇയർ, രണ്ടാമത് ക്ലോസിംഗ് ബാലൻസ് ഓഫ് ദി ലാസ്റ്റ് മന്ത്, ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ദി ലാസ്റ്റ് ഇയർ, ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ദി ലാസ്റ്റ് മന്ത്. Opening balance of the last year. Closing balance of last year. Last month. Closing balance of last year. Closing balance of last month. അങ്ങനെ അത് ഒരു കാര്യം ഉറപ്പാണ്. നമ്മൾ സാധാരണ പറഞ്ഞില്ലേ, കഴിഞ്ഞ വർഷത്തെ ക്ലോസിംഗ് ബാലൻസ് അല്ലേ ഈ വർഷത്തെ ഓപ്പണിംഗ് ബാലൻസ്. ഇന്നലെ കച്ചവടം ഇന്നലെ ഉണ്ടാക്കി വിൽക്കാൻ കഴിയാതിരിക്കുന്ന വാഴിക്കാമ്പോഴാണ് നാളത്തെ ഓപ്പണിംഗ് അല്ലേ? അപ്പൊ ഇന്നത്തെ ക്ലോസിംഗ് നാളത്തെ ഓപ്പണിംഗ്. അപ്പോ റെസീറ്റ് ആൻഡ് ഡിസ്ബേഴ്സ്മെന്റ് സ്റ്റേറ്റ്മെന്റിൽ കാണിക്കുന്ന ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറയുന്നത് ഏതാണ്? ഇത് രണ്ടിലും ഒരെണ്ണമാണല്ലോ. ഒന്ന് ക്ലോസിംഗ് ബാലൻസ് ഓഫ് ദി ലാസ്റ്റ് ഇയർ, കഴിഞ്ഞ വർഷത്തെ ക്ലോസിംഗ് ബാലൻസ്. അടുത്തത് ക്ലോസിംഗ് ബാലൻസ് ഓഫ് ദി ലാസ്റ്റ് മന്ത്. ലാസ്റ്റ് മന്ത് കഴിഞ്ഞ മാസത്തേക്കല്ലേ? ഏതാ ലാസ്റ്റ് മന്ത് ഇയർ പിന്നെ തൻവർഷം, തന്മാസം, പിന്നെ ഒരു വർഷത്തിന്റെ എൻഡിൽ വരുന്ന എമൗണ്ട്, ബാക്കി വരുന്ന എമൗണ്ട്, വരവും ചെലവൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോ ഏപ്രിൽ മുതൽ മാർച്ച് വരെ ആകുമ്പോൾ ഏപ്രിൽ മുതൽ മാർച്ച് വരെയുള്ള വരവും ചെലവും ഒക്കെ കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന എമൗണ്ട് എന്ന് പറയുന്നത് അവസാനത്തെ മാസത്തെ ക്ലോസിംഗ് ബാലൻസ് അല്ലേ? അതെ അതെ, ലാസ്റ്റ് മന്ത് ആണ്.
അപ്പൊ അത് ഒന്നുകൂടെ പറഞ്ഞാൽ നേരത്തെ നമ്മളില് ഈ ഒറിജിനൽ ബുക്ക് ഓഫ് എൻട്രിയും പ്രൈമറി ബുക്കും പറഞ്ഞാൽ അത് ഒറിജിനൽ എൻട്രിയും പ്രൈമറി എൻട്രിയും പറഞ്ഞതുപോലെ കഴിഞ്ഞ വർഷത്തെ ക്ലോസിംഗ് ബാലൻസ് എന്ന് പറയുന്നതാണ് ലാസ്റ്റ് മന്തിലെ ക്ലോസ് ബാലൻസ് അതെ അതെ. അല്ലെ? ക്ലോസിംഗ് ബാലൻസ് ഓഫ് ദി ലാസ്റ്റ് മന്ത്, അതാണ് ശരി അല്ലെ? അവസാനത്തെ മാസത്തെ, അതായത് തൊട്ടു മുമ്പുള്ള വർഷമൊന്നും അവസാനിച്ചത് മാർച്ചിലാണ്. ആ മാർച്ച് 31-ാം തീയതിയിലുള്ള ബാലൻസ് ആണ് ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറയാം. അപ്പോ ക്ലോസിംഗ് ബാലൻസ് ഓഫ് ദി ലാസ്റ്റ് മന്ത് എന്ന് പറയുന്നതാണ് കൂടുതൽ ശരി. പക്ഷേ ക്ലോസിംഗ് ബാലൻസ് ഓഫ് ദി ലാസ്റ്റ് ഇയർ എന്ന് പറയുന്നത് ശരിയാണെന്ന് ചോദിച്ചാൽ അതിലും ശരിയുണ്ട്. പക്ഷെ കൂടുതൽ ശരി ക്ലോസിംഗ് ബാലൻസ് ഓഫ് ദി ലാസ്റ്റ് മന്ത് എന്നതാണ്. അടുത്ത പറയാം. The main objective of one of the main objectives of standardized accounting system in cooperatives. അത് വലിയ കാര്യമില്ല. അതായത് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലെ അക്കൗണ്ടിംഗ് സിസ്റ്റത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ്? വൺ ഓഫ് ദി മെയിൻ ഓബ്ജക്റ്റീവ്സ്, പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ ഒന്ന് ഇത് ഓഫ് ദി സ്റ്റാൻഡർഡൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം ഓഫ് കോഓപ്പറേറ്റീവ്സ്. സഹകരണ സംഘത്തിലെ അക്കൗണ്ടിംഗ് സിസ്റ്റത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ ഒന്ന് ഏത്? താഴെ പറയുന്ന ഏതെന്ന് പറയണം. ഒന്ന്, the main objectives പറയണം. ഒന്ന്, to ensure that the members' funds and assets are safeguarded. അതായത് സൊസൈറ്റിയിൽ അംഗങ്ങൾ ഇട്ട പണവും ആ സൊസൈറ്റിയുടെ അസറ്റുകൾ സംരക്ഷിക്കുക. നോക്കി, അംഗങ്ങളുടെ സ്വത്തും അതായത് to ensure the members' funds, അംഗങ്ങളുടെ നിക്ഷേപവും and assets are safeguarded. ഒരു സൊസൈറ്റിയിലെ അംഗങ്ങളുടെ നിക്ഷേപവും അവരുടെ സ്വത്തും സംരക്ഷിക്കുക. ഒന്ന്. രണ്ട്, to ensure that share is safeguarded. അതായത് ആ സൊസൈറ്റിയുടെ നിക്ഷേപം സുരക്ഷിതമാണ് എന്ന് ഉറപ്പാക്കുക. എന്ന് പറഞ്ഞാൽ നിങ്ങൾ കമ്പനിയിൽ ഷെയർ, സൊസൈറ്റിയിൽ നിന്ന് ഷെയർ വാങ്ങിയിട്ടുണ്ട്, ആ ഷെയർ ഉറപ്പായി നിങ്ങൾക്ക് തിരിച്ചു കിട്ടും എന്ന് അത് ഉറപ്പാക്കുക. അടുത്തത്, ടു എൻഷുർ ദാറ്റ് പ്രോഫിറ്റ് ഈസ് എൻഷുർ. എന്ന് പറഞ്ഞാൽ ലാഭം ഉണ്ടാകും, എല്ലാ വർഷവും ലാഭം ഉണ്ടായിരിക്കും എന്ന് ഉറപ്പ് തരും. ഇതിൽ ഏതാണെന്ന് പറയാം? സൊസൈറ്റിയുടെ അക്കൗണ്ടിംഗ് സിസ്റ്റത്തിന്റെ ലക്ഷ്യങ്ങളിൽ ഒന്ന്, പല ലക്ഷ്യങ്ങളുണ്ട്. ഒന്ന്, ആദ്യം പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? അംഗങ്ങളുടെ നിക്ഷേപവും അവരുടെ സ്വത്തും സംരക്ഷിക്കുക. രണ്ടാമത്തത് ഷെയർ ക്യാപിറ്റൽ സുരക്ഷിതമായി വെക്കുക. അടുത്തത് ലാഭം ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഏതാണ് ശരി? സൊസൈറ്റിയുടെ അക്കൗണ്ടിംഗ് സിസ്റ്റത്തിന്റെ അല്ലെങ്കിൽ അക്കൗണ്ടിങ്ങിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ ഒന്നിതാണ് അംഗങ്ങളുടെ ഫണ്ടും അവരുടെ നിക്ഷേപവും അവരുടെ സ്വത്തിനും സംരക്ഷണം കൊടുക്കുക എന്നുള്ളതാണ്. അടുത്തത്, depreciation is calculated for landed properties. Depreciation is calculated for landed property. ലാൻഡിന് ഡിപ്രീസിയേഷൻ ഇല്ലല്ലോ. 2.2 അല്ല, 2.5%, 5%, 3%. No depreciation. No depreciation. നോ ഡിപ്രീസിയേഷൻ. ഡിപ്രിസിയേഷൻ ഉള്ളത് ഏത് അസറ്റിനാണ്? ഫിക്സഡ്. ഡിപ്രിസിയേഷൻ ഉള്ളത് ഏത് അസറ്റിനാണ്? മൂവബിൾ പ്രോപ്പർട്ടി. ഒന്നുമല്ല. ഫിക്സഡ് അസറ്റിന് ഡിപ്രിസിയേഷൻ ഫിക്സഡ് അസറ്റിന് സമ്മതിച്ചു. ഈ എല്ലാ ഫിക്സഡ് അസറ്റുകൾക്കും ഡിപ്രിസിയേഷൻ ഉണ്ടോ? ഇല്ല 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 ഇല്ല. പിന്നെ ഫിക്സഡ് അസറ്റ് 3 തരമുണ്ട്. ഏതൊക്കെ? മൂവബിൾ ആൻഡ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, 3 തരം. ടാൻജിബിൾ അസറ്റ്, ഇൻടാൻജിബിൾ, ഇൻടാൻജിബിൾ,
കറണ്ട് അസറ്റ് വേസ്റ്റ് അസറ്റ്, ടാഞ്ചിബിൾ, ഇൻടാഞ്ചിബിൾ, fictitious, fictitious, ഫിക്ടീഷ്യസ് അസറ്റ്. അസറ്റ് വരാം. അതൊന്നും അസറ്റ് അല്ല. ഫിക്സഡ് അസറ്റുകളെ മൂന്നായി നമുക്ക് മാറ്റാം: ടാഞ്ചിബിൾ, ഇൻടാഞ്ചിബിൾ, വേസ്റ്റ്. ഇതിനകത്ത് ചോദ്യം ഉണ്ടാവും. ടാഞ്ചിബിൾ എന്ന് പറയുമ്പോൾ നമുക്ക് കാണാനും തൊടാനും ഒക്കെ പറ്റുന്ന, അതിലേക്ക് നമുക്ക് അതിൽ വരുന്നതാണ് ലാൻഡ്, ബിൽഡിംഗ്, പ്ലാന്റ്, മെഷീനറി, ഫർണിച്ചർ, വെഹിക്കിൾസ്. അതൊക്കെ ടാഞ്ചിബിൾ അല്ലേ? വേസ്റ്റിംഗ് അസറ്റിനാണ് ഡിപ്രിസിയേഷൻ ഉള്ളത്. അതെ. അപ്പൊ ഞാൻ പറഞ്ഞത്, അപ്പൊ ടാഞ്ചിബിൾ അസറ്റ് എന്ന് പറഞ്ഞാൽ വിച്ച് ക്യാൻ ബി സീൻ ആൻഡ് ടച്ച്ഡ് എന്നുള്ളതല്ല. ദ അസറ്റ്സ് വിച്ച് ഹാവ് എ ഫിസിക്കൽ എക്സിസ്റ്റൻസ്. ഭൗതികമായിട്ട് രൂപമുണ്ട്. എന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ. അത് എനിക്ക് രൂപമുണ്ട്. നമുക്കങ്ങനെ കാണാനും തൊടാനും പറ്റുന്ന സാധനങ്ങളുണ്ട്. ടാഞ്ചിബിൾ ഫിക്സഡ് അസറ്റ് എന്ന് പറയുമ്പോൾ കണ്ടും തൊട്ടും അറിയാൻ പറ്റുന്ന അസറ്റുകളാണ്. അത് ലാൻഡ്, ബിൽഡിംഗ്, പ്ലാന്റ്, മെഷീനറി, ഫർണിച്ചർ, വെഹിക്കിൾസ്, ഇങ്ങനെ അങ്ങോട്ട് പോകും. പോട്ടെ. ഇൻടാഞ്ചിബിൾ എന്ന് പറയുമ്പോൾ അതിന് ഭൗതികമായ ഒരു അവസ്ഥയില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ ഫിസിക്കൽ, ഗുഡ്വിൽ, പാറ്റന്റ്, കോപ്പിറൈറ്റ്. അതിന് ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഇല്ല. എന്തില്ല? ഫിസിക്കൽ എക്സിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഭൗതികമായി രൂപമില്ല. അതാണ് ഗുഡ്വില്ല്, പേറ്റന്റ്, ട്രേഡ് മാർക്ക്, കോപ്പിറൈറ്റ്, ഫ്രാഞ്ചൈസ്. കേട്ടിട്ടില്ലേ ഫ്രാഞ്ചൈസ് എന്നൊക്കെ? കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ. അപ്പൊ ഏതൊക്കെയായി? ഇതിൽ ഏതെങ്കിലും ഒന്ന് ചോദിക്കാം. ഗുഡ്വില്ല്, പേറ്റന്റ്, ട്രേഡ് മാർക്ക്, കോപ്പിറൈറ്റ്, ഫ്രാഞ്ചൈസ്. ഫ്രാഞ്ചൈസ് എന്ന് പറഞ്ഞാൽ ഈ ചെറിയ, ഈ വലിയ വലിയ കടകളൊക്കെ അവർക്ക് ഒരുപാട് കച്ചവടം നടക്കുന്നു എന്ന് കാണുമ്പോൾ നമ്മൾ എവിടെയെങ്കിലും ഗൾഫിലൊക്കെ പോയി കുറെ കാശുകാരൊക്കെ വന്നിട്ട് ആ കടക്കാരൻ്റെ അടുത്ത് നമ്മൾ ചോദിക്കും, നിങ്ങളുടെ പേര് 5 വർഷം ഉപയോഗിക്കാൻ എനിക്ക് അനുവാദം തരുമോ? ഞാൻ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് 20 ലക്ഷം രൂപ ചുമ്മാതെ തരാം. നിങ്ങളുടെ പേര് ഉപയോഗിക്കുന്നത്, നിങ്ങളെ സാധനങ്ങൾ വാങ്ങി ഞാൻ വിറ്റോളാം, പേര് മാത്രം നിങ്ങൾ തന്നാൽ മതി. ഇങ്ങനെ നമ്മൾ കൊടുത്ത, അപ്പോ ആ പേര് നമുക്കൊരു അസറ്റല്ലേ? നമ്മളെ പേര് വിറ്റാൽ പോലും കാശ് കിട്ടുന്നു. അതാണ് ഫ്രാഞ്ചൈസ് എന്ന് പറയും. അപ്പൊ പേറ്റന്റ്, ട്രേഡ് മാർക്ക്, പിന്നെ കോപ്പിറൈറ്റ്, ഫ്രാഞ്ചൈസ്, സോഫ്റ്റ്വെയർ. royalty റോയൽറ്റി ഒരു എക്സ്പെൻസ് ആണ്, അസറ്റ് അല്ല. റോയൽറ്റി അസറ്റ് അല്ല. റോയൽറ്റി ഇസ് റിയലി ആൻ എക്സ്പെൻസ്. ഒരാൾക്ക് എക്സ്പെൻസ് മാത്രം. ആരാണോ റോയൽറ്റി കൊടുക്കുന്ന അയാൾക്ക് എക്സ്പെൻസ്, ആർക്കാണോ അത് കിട്ടുന്ന അയാൾക്ക് ഒരു ഇൻകം, അത്രേ ഉള്ളൂ. കേട്ടോ? ഞാൻ നിങ്ങൾക്ക് റെന്റ് തരുന്നു, എനിക്ക് റെന്റ് ഒരു എക്സ്പെൻസ്, നിങ്ങൾക്ക് അത് ഇൻകം അല്ലേ? റോയൽറ്റി അതുപോലെ ഒന്നാണ്. അല്ല ഇതിനകത്തൊരു കൂട്ടി കൊടുക്കരുത്. അപ്പൊ എനിക്കാണ് ഇൻടാഞ്ചിബിൾ അസറ്റ്. വേസ്റ്റിംഗ് അസറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഉപയോഗിക്കും തോറും തീർന്നു പോകുന്നത്. ഉപയോഗിക്കും തോറും തീർന്നു. അതായത് നമ്മളിപ്പോ ഹലുവ കച്ചവടം ചെയ്യും. ഹലുവ കണ്ടിട്ടുണ്ടല്ലോ നിങ്ങൾ? എന്റെ ജോലി ഹലുവ കച്ചവടമാണ്. ഞാനൊരു 10 കിലോ ഹലുവ വാങ്ങിക്കൊണ്ട് വെച്ചിട്ട് കച്ചവടം ചെയ്യണം. 1 കിലോ വെട്ടി ഒരാൾക്ക് കൊടുത്തു, വേറൊരാൾ 2 കിലോയ്ക്ക് വന്നു, ഒരാൾ 250 ഗ്രാം വന്നു, ഒരാൾ 500 ഗ്രാമിന് വന്നു. ഇത് വെട്ടി വിൽക്കും തോറും ഹലുവ തീർന്നുകൊണ്ടിരിക്കുകയല്ലേ? പക്ഷെ നമ്മൾ ഒരു നെല്ലൂത്ത് മില്ല് നടത്തുകയാണ്. അവിടെ നമ്മൾ നെല്ലൂത്തി കൊടുക്കുമ്പോൾ മെഷീൻ തീർന്നുകൊണ്ടിരിക്കുകയാണ്. അല്ല. പക്ഷെ ഹലുവ കച്ചവടം എങ്ങനെയില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്, നമ്മുടെ ഉൽപ്പന്നം എന്ന് പറയുന്നത് ആ അസറ്റ് തന്നെയല്ലേ? ഹലുവയാണ് നമ്മുടെ അസറ്റ്. നമ്മുടെ ഉൽപ്പന്നം എന്ന് പറയുന്നത് അത് തന്നെയല്ലേടാ? അപ്പൊ അതിങ്ങനെ കുറേച്ച് വിറ്റ് വരുമ്പോഴേക്കും അവസാനം നിങ്ങളൊരാൾ വന്നു, നിങ്ങൾ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് പറഞ്ഞു ഒരു 500 ഗ്രാം 1/2 കിലോ അലുവ വന്നു. അപ്പൊ എന്റെ കയ്യിൽ 1/2 കിലോ അലുവ ഉണ്ട്. പക്ഷെ അത് കുറെ ഇത് വിറ്റേന്റെ ബാക്കി കുറെ പൊട്ടും പൊടിയും വള്ളി പോലെയൊക്കെ കിടക്കുന്നെല്ലാം കൂടെ വാരി ഒരു കവറിലിട്ട് നിങ്ങൾക്ക് തരുന്നു. നിങ്ങൾ വീട്ടിൽ തൂക്കം 1/2 കിലോ ഉണ്ട്, നിങ്ങൾ വാങ്ങൂ? അത് എന്ന് പറഞ്ഞാൽ അവസാനം വിൽക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ കുറച്ചിട്ട് ഇങ്ങനെയുള്ള കുറെ അസറ്റുകളെയാണ് നമ്മൾ വേസ്റ്റിംഗ് അസറ്റ് എന്ന് പറയുന്നത്. അത് ഉപയോഗിക്കും തോറും
ഇങ്ങനെ കുറച്ച് തേഞ്ഞ് കുറഞ്ഞു വരുന്ന അസറ്റാണ് വേസ്റ്റിംഗ് അസറ്റ്. മൈൻസ്, ക്വാറീസ്, ഓയിൽ വെൽസ്, ടിംബർ, ട്രീസ് എക്സെട്ര. ഏതൊക്കെ? മൈൻസ്, ക്വാറീസ്, ഓയിൽ വെൽസ്, ടിംബർ, ട്രീസ്. ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? വേസ്റ്റിംഗ് അസറ്റ്. വീണ്ടും ക്രിയേറ്റ് ചെയ്യാൻ കഴിയില്ല, ഉണ്ടാക്കാൻ കഴിയില്ല. അതാണ് ആ അസറ്റിന്റെ പ്രത്യേകത. ഏതാണ്? വീണ്ടും ഉണ്ടാക്കാൻ കഴിയില്ല, അത് പ്രകൃതിയിൽ നിന്ന് ഉണ്ടാവുന്നതാണ്. അത് തീർന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉണ്ടാക്കാൻ കഴിയില്ല. പറയട്ടെ, വേസ്റ്റിംഗ് അസറ്റുകളെല്ലാം നാച്ചുറൽ റിസോഴ്സസ് ആണ്. എല്ലാ വേസ്റ്റിംഗ് അസറ്റും ഞാൻ പറഞ്ഞു, എല്ലാ വേസ്റ്റിംഗ് അസറ്റ്സും എന്താണെന്നാ പറഞ്ഞത്? നാച്ചുറൽ. അത് പ്രകൃതി വിഭവങ്ങളാണ്, അതൊന്നും മാൻമെയ്ഡ് അല്ല. മാൻമെയ്ഡ് അല്ലാത്തത് കൊണ്ടാണ് ഈ പറഞ്ഞത് എന്ത് ചെയ്യാൻ പറ്റില്ല, തീർന്നാൽ പിന്നെ ഉണ്ടാക്കാൻ പറ്റുമോ? മാൻമെയ്ഡ് ആണെങ്കിൽ ഉണ്ടാക്കാം. നമ്മൾ വീട് വെക്കാൻ ടൈല് വാങ്ങുന്നു, ഗ്രാനൈറ്റ് എടുക്കുന്നു. ഇതില് ഗ്രാനൈറ്റ് മാൻമെയ്ഡ് ആണ്? അല്ല, ടൈല് നമുക്ക് വീണ്ടും ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കാം, എത്ര വേണമെങ്കിലും. പക്ഷെ ഗ്രാനൈറ്റ് പൊട്ടിച്ച് ഒരിക്കൽ തീരും, ഇല്ലേ? അതാണ് എല്ലാ പ്രകൃതി വിഭവങ്ങളും അങ്ങനെ തന്നെയാണ്, അത് തീരും. ഇപ്പൊ ഗൾഫിലൊക്കെ പഴയതുപോലെ എണ്ണ കിട്ടത്തില്ല, കുറെ കാലം കഴിയുമ്പോൾ അത് കുറഞ്ഞു വരും. കടലിൽ വെള്ളം കിടക്കുന്നതല്ല ഭൂമിക്കടിയിൽ ഇത് കിടക്കുന്നത്, അതിന്റെ അളവുണ്ട്, അത് കുറഞ്ഞു വരും. എല്ലാ പ്രകൃതി വിഭവങ്ങളും എല്ലാ നാച്ചുറൽ റിസോഴ്സസും ഒരു കഴിഞ്ഞ് കുറഞ്ഞുകൊണ്ടേയിരിക്കും. അതാ ഞാൻ പറഞ്ഞത്, വേസ്റ്റിംഗ് അസറ്റുകളെല്ലാം നാച്ചുറൽ റിസോഴ്സസ് ആണ്. ഇനി ഞാൻ പറഞ്ഞു വന്നത്, ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിച്ചു. ഇപ്പൊ ഈ പറഞ്ഞ എക്സാമ്പിൾസ് കേട്ട് വെച്ചോ. അടുത്തത് ഇപ്പൊ പറഞ്ഞത്, ഇതില് ഈ ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത് ഈ ടാഞ്ചിബിൾ ഫിക്സഡ് അസറ്റിന്റെ വില കുറയുകയാണെങ്കിൽ അതിന് ആ കുറവിനെയാണ് ഡിപ്രിസിയേഷൻ എന്ന് വിളിക്കുക. ഏതിന്? ഫിക്സഡ് അസറ്റിന്റെ വില കുറഞ്ഞാൽ എല്ലാം വില കുറയുന്നതാണ്. പക്ഷെ ശരി കുറച്ചുകൂടെ അടുത്ത് വരും, നമുക്കറിയും. എല്ലാ ഫിക്സഡ് അസറ്റിന്റെയും വില കുറഞ്ഞാൽ ഡിപ്രിസിയേഷൻ എന്ന് പറയില്ല. ടാഞ്ചിബിൾ ഫിക്സഡ് അസറ്റിന്റെ വിലയിൽ ഉണ്ടാകുന്ന കുറവിനെയാണ് എന്നത് വിളിക്കുക, ഡിപ്രിസിയേഷൻ. അതിന് ഒരു കാര്യം കൂടെ പറയും, ഈ ടാഞ്ചിബിൾ ഫിക്സഡ് അസറ്റുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ലാൻഡ് ആണല്ലോ. ലാൻഡ് ഒഴികെയുള്ള ടാഞ്ചിബിൾ ഫിക്സഡ് അസറ്റിന്റെ വിലയിൽ ഉണ്ടാകുന്ന കുറവാണ് ഡിപ്രിസിയേഷൻ. അപ്പൊ ഈ ലാൻഡ് ഒഴികെയുള്ള ടാഞ്ചിബിൾ ഫിക്സഡ് അസറ്റ് എന്ന് പറഞ്ഞാൽ അതെന്താണ്? അത് ഏറെക്കുറെ മാൻമെയ്ഡ് ആണ്. ലാൻഡ് ഒഴികെയുള്ള ടാഞ്ചിബിൾ ഫിക്സഡ് അസറ്റ് എല്ലാം തന്നെ എന്താണ്? മാൻമെയ്ഡ് ആണ്. അപ്പോ നമുക്ക് പറയാം, ഡിപ്രിസിയേഷൻ എന്ന് പറയുമ്പോൾ ഡിക്രീസ് ഇൻ ദി വാല്യൂ ഓഫ് ടാഞ്ചിബിൾ ഫിക്സഡ് അസറ്റ്സ് എക്സെപ്റ്റ് ലാൻഡ് ഒഴികെയുള്ളത്. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഇൻടാഞ്ചിബിൾ അസറ്റിന് ഡിപ്രിസിയേഷൻ ഇല്ലേ? വേസ്റ്റിംഗ് അസറ്റിന് ഡിപ്രിസിയേഷൻ ഇല്ലേ? ഉണ്ടിടും. അതാ നമ്മൾ പറയുന്നത്, രാജാവ് ചത്താൽ നമ്മൾ എന്താ പറയാ? നാട് നീങ്ങുന്ന പറയും. ഒരു പട്ടാളക്കാരൻ യുദ്ധകളത്തിൽ വെച്ചിട്ട് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സംഭവത്തിൽ ആനയോ ചത്തു, ഇതെല്ലാം തട്ടിപ്പോയതല്ലേ? എല്ലാം നമ്മളൊക്കെ ആണെങ്കിലോ, ഞങ്ങളുടെ നാട്ടിലേക്ക് പറയുന്ന ഈ പലഹാരത്തിന്റെ പേര് വീച്ചപ്പോ ആയി, ഇടിയപ്പോ ആയി എന്നൊക്കെ പറയും, ഇഡലി ആയി എന്ന് പറയും. അങ്ങനെ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? അങ്ങനെയൊക്കെ പറയും. അപ്പോ ഇതെല്ലാം ഒന്ന് തന്നെ. അപ്പൊ ഡിപ്രിസിയേഷൻ എന്ന് പറയുന്ന ഈ ഞാൻ പറഞ്ഞ ടാഞ്ചിബിൾ ഫിക്സഡ് അസറ്റിനും ഇൻടാഞ്ചിബിൾ ഫിക്സഡ് അസറ്റിനും വേസ്റ്റിംഗ് അസറ്റിനും ഒക്കെ ഡിപ്രിസിയേഷൻ ഉണ്ട്. പക്ഷെ അതിന് പലതിനും പല പേരാണ്. രാജാവ് ചത്തുപോയെന്ന് പറഞ്ഞാൽ അവൻ 3 അകത്തായി, അങ്ങനെ പറയാൻ പാടില്ല. രാജാവ് നാട് നീങ്ങിന്നാ പറയുന്നത്, അല്ലേ? രാജാവ് അതല്ല, അവിടെ ചുരുളൂടി കിടക്കുന്നു എന്നല്ല പറയുന്നത്, രാജാവ് പള്ളി കൊടുക്കുന്നു, അല്ലേ? അപ്പോ ഇത് ഓരോന്നിനും ഓരോ വാക്കാണ്. അപ്പോ ഈ ഇൻടാഞ്ചിബിൾ അസറ്റിന് ഡിപ്രിസിയേഷൻ ഉണ്ട്. അതിന്റെ വിലയിൽ കുറവുണ്ടാകാൻ പറയുന്ന പേരെന്താണെന്ന് അറിയാമോ?
അമോർട്ടൈസേഷൻ എന്താ പറയും, അമോർട്ടൈസേഷൻ. അപ്പൊ ടാഞ്ചിബിൾ ഫിക്സഡ് അസറ്റിന്റെ വില കുറഞ്ഞാൽ ഡിപ്രിസിയേഷൻ, ഇൻടാഞ്ചിബിൾ ഫിക്സഡ് അസറ്റിന്റെ വില കുറഞ്ഞാൽ അമോർട്ടൈസേഷൻ, വേസ്റ്റിംഗ് അസറ്റിന്റെ വില കുറഞ്ഞാൽ അതിന് ഡിപ്ലീഷൻ എന്ന് പറയും. ഡിപ്ലീഷൻ എല്ലാം ഒന്ന് തന്നെ. ആന ചരിഞ്ഞു, രാജാവ് നാട് നീങ്ങി, പോപ്പ് കാലം ചെയ്തു എന്ന് എല്ലാം ഒന്ന് തന്നെ, ഒരേ അർത്ഥമാണ്. എല്ലാം മരിച്ചുപോയി എന്നുള്ള അർത്ഥത്തിലാണ്. അതേപോലെ തന്നെ ഡിപ്രിസിയേഷൻ. ടാഞ്ചിബിൾ അസറ്റിന്റെ വില കുറയുകയാണെങ്കിൽ അത് ഡിപ്രിസിയേഷൻ, ഇൻടാഞ്ചിബിൾ ഫിക്സഡ് അസറ്റിന്റെ വില കുറഞ്ഞാൽ അത് അമോർട്ടൈസേഷൻ, ഈ വേസ്റ്റിംഗ് അസറ്റിന്റെ വില കുറഞ്ഞാൽ അതിന് പറയുന്ന പേര് ഡിപ്ലീഷൻ എന്ന് പറയും. കറന്റ് അസറ്റുകളുടെ വില കുറയുക, അത് ക്യാഷ് അല്ലേ? ഫ്ലക്ച്വേഷൻ. കറന്റ് അസറ്റിന്റെ വില കുറയുന്നതല്ല ആകുന്നില്ല. കറന്റ് അസറ്റിന്റെ വിലയിൽ വരുന്ന മാറ്റമാണ് ഫ്ലക്ച്വേഷൻ. ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത് പെർമനന്റ് ആയിട്ടുണ്ടാകുന്ന ഫാളാണ്. ഫ്ലക്ച്വേഷൻ അങ്ങനെയല്ല. കറന്റ് അസറ്റുകളുടെ മാർക്കറ്റ് വാല്യൂയിൽ ഉണ്ടാകുന്ന ഏറ്റക്കുറവിനെയാണ് എന്ത് വിളിക്കുക? ഫ്ലക്ച്വേഷൻ. അത് കുറഞ്ഞാലും ഫ്ലക്ച്വേഷൻ ആണ്, കൂടിയാലും ഫ്ലക്ച്വേഷൻ. ഫ്ലക്ച്വേഷൻ എന്ന് പറയുമ്പോൾ ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ ദി മാർക്കറ്റ് വാല്യൂ ഓഫ് കറന്റ് അസറ്റ്സ്. കറന്റ് അസറ്റിന്റെ വിലയിൽ ഉണ്ടാകുന്ന ആ വേരിയേഷൻ എന്ന് പറയുന്ന പേരാണ് ഫ്ലക്ച്വേഷൻ. അപ്പോ ഫ്ലക്ച്വേഷൻ എന്ന് പറയുന്ന ടേം ഏതുമായി ബന്ധപ്പെട്ടതാ? കറന്റ് അസറ്റ്. അപ്പൊ ഡിപ്രിസിയേഷൻ, അമോർട്ടൈസേഷൻ, ഡിപ്ലീഷൻ, ഫ്ലക്ച്വേഷൻ, ഇത് നമ്മൾ ആദ്യമേ പറഞ്ഞു. നമ്മൾ പറഞ്ഞു വന്ന ഇതാണ്. ഞാനിത് നീട്ടി പറഞ്ഞു എന്നത് ഇതിനകത്ത് ഈ പറഞ്ഞതിനകത്ത് ചോദിച്ചു. ഈ ടാഞ്ചിബിൾ അസറ്റുകളിൽ ലാൻഡിന് ഡിപ്രിസിയേഷൻ ഇല്ല എന്ന് പറഞ്ഞു. പുറത്തു എന്താണ് ലാൻഡിന് ഡിപ്രിസിയേഷൻ ഇല്ല എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? മാൻമെയ്ഡ് അല്ലാത്തതുകൊണ്ട്. അങ്ങനെയാണെങ്കിൽ പിന്നെ അതിന് ഡിപ്ലീഷൻ വരാം. അതൊന്നും അനുവദിക്കില്ല. എന്തുകൊണ്ടാണ്? ലാൻഡിന് വില കൂടെ ചെയ്യാം. ലാൻഡിന് വില കൂടാണ്. അത് ചിലത് പറയുന്നതാണ്. എപ്പോഴും അങ്ങനെ കൂടണമെന്നില്ല. നമ്മുടെ നാട്ടിലൊക്കെ 10 ലക്ഷം രൂപയ്ക്ക് വിറ്റുകൊണ്ടിരുന്ന ഒരു സെന്റിന് 10 ലക്ഷം രൂപയ്ക്ക് ഈ വലിയ റിയൽ എസ്റ്റേറ്റ് ഒക്കെ ഇങ്ങനെ കൊടുമ്പിരി കൊണ്ടുവന്ന കാലത്ത് 10 ലക്ഷം രൂപയ്ക്കൊക്കെ വിൽക്കുമായിരുന്നു. പക്ഷെ അതൊക്കെ ഇപ്പം 7 ലക്ഷം രൂപ 8 ലക്ഷം രൂപയ്ക്കൊക്കെ കൊടുക്കും. അപ്പൊ വില കുറയുകയും ചെയ്യും. അതല്ല മക്കളെ. ഒരു അസറ്റിന്റെ ഡിപ്രിസിയേഷൻ കാണാൻ 3 പ്രധാനപ്പെട്ട ഘടകങ്ങൾ. ഒന്ന്, ആ അസറ്റിന്റെ ഒറിജിനൽ കോസ്റ്റ്. കേട്ടോ? ഒറിജിനൽ കോസ്റ്റ്, വാങ്ങുന്ന വില. 2, ആ അസറ്റിന്റെ സ്ക്രാപ്പ് വാല്യൂ, എസ്റ്റിമേറ്റഡ് സ്ക്രാപ്പ് വാല്യൂ. അത് തീർന്നു കഴിഞ്ഞിട്ട്, ഉപയോഗം കഴിഞ്ഞിട്ട് വിറ്റാ കിട്ടുന്ന ഒരു വിലയുണ്ട്. അതാണ് സ്ക്രാപ്പ് വാല്യൂ. അത് ചോദിക്കാം. ഒരു അസറ്റിന്റെ യൂസ്ഫുൾ ലൈഫ് ടൈം അവസാനിച്ചതിന് ശേഷം അത് വിറ്റാൽ നമുക്കൊരു വില കിട്ടാം. അതിനെ എന്താ പറയുക? ഇനി അടുത്ത് നമ്മൾ പറഞ്ഞത് എന്തോ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്? ഒന്നുകൂടി ഒന്ന് പറയുമോ സാറേ? 3 ഘടകങ്ങളുണ്ടെന്ന്. ഒരു അസറ്റിന്റെ ഡിപ്രിസിയേഷൻ കണ്ടുപിടിക്കുന്നതിന് 3 ഘടകങ്ങളാണ്. ഒന്ന്, ഒറിജിനൽ കോസ്റ്റ്. യഥാർത്ഥ ഉപയോഗം. കേട്ടില്ല മക്കളെ? ഒറിജിനൽ കോസ്റ്റ്. ഒന്ന് ഒറിജിനൽ കോസ്റ്റ്. രണ്ടാമത്തത് എസ്റ്റിമേറ്റഡ് സ്ക്രാപ്പ് വാല്യൂ. സ്ക്രാപ്പ് അത് ഒത്തിരി പേരുണ്ട്. സ്ക്രാപ്പ് വാല്യൂ, ബ്രേക്കപ്പ് വാല്യൂ, ടേണിംഗ് വാല്യൂ, സാൽവേജ് വാല്യൂ, ഇങ്ങനെ ഒത്തിരി പേരുണ്ട്. സ്ക്രാപ്പ് ആഖിരി വില കേട്ടിട്ടില്ല. സ്ക്രാപ്പ് വാല്യൂ. 3, എസ്റ്റിമേറ്റഡ് ലൈഫ് ടൈം. എസ്റ്റിമേറ്റഡ് ലൈഫ് ടൈം. ഇത് 3 ഉണ്ടെങ്കിൽ ഒരു അസറ്റിന്റെ ഡിപ്രിസിയേഷൻ കാണാം. ഏതൊക്കെ? ഒറിജിനൽ കോസ്റ്റ് ഓഫ് ദി അസറ്റ്, സ്ക്രാപ്പ് വാല്യൂ, എസ്റ്റിമേറ്റഡ് ലൈഫ് ടൈം. അതിലിവിടെ എങ്ങനെയാ കാണുന്നത്? ഒറിജിനൽ കോസ്റ്റിൽ നിന്ന് സ്ക്രാപ്പ് വാല്യൂ, എസ്റ്റിമേറ്റഡ് സ്ക്രാപ്പ് വാല്യൂ കുറയ്ക്കും. നമ്മൾ 20,000 രൂപയ്ക്ക് വാങ്ങി 10 വർഷം ഉപയോഗിക്കാം. ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് വിറ്റാൽ 2,000 രൂപ കിട്ടും. ആ 2,000 രൂപയാണ് സ്ക്രാപ്പ് വാല്യൂ. അപ്പൊ 20,000 നിന്ന് 2,000 കുറച്ച ബാക്കി 18,000. 10 വർഷം കഴിഞ്ഞ് 20,000 രൂപയുടെ അസറ്റ് 10 വർഷം കഴിയുമ്പോൾ 18,000 ആകുമെങ്കിൽ 2,000 രൂപ, അല്ലെങ്കിൽ 2,000 രൂപ വിറ്റാ കിട്ടുമെങ്കിൽ 18,000 അല്ലേ മൊത്തം പോയത്, തേഞ്ഞു പോയത്? 20,000 രൂപയ്ക്ക് വാങ്ങിയ ഒരു അസറ്റ് 10 വർഷം കഴിഞ്ഞിട്ട് വിറ്റാ 2,000 രൂപ കിട്ടും. അപ്പൊ എത്ര രൂപ തീർന്നതേ?
18,000. അത് എത്ര വർഷം കൊണ്ട്? 10 years. 10 വർഷം കൊണ്ട്. അപ്പൊ ഈ 18,000 10 കൊണ്ട് ഭാഗിക്കുമ്പോൾ നമുക്ക് 1,800 കിട്ടില്ലേ? ആ 1,800 ഒരു വർഷത്തെ ഡിപ്രിസിയേഷൻ. അപ്പൊ ഈ ഡിപ്രിസിയേഷൻ കണ്ടുപിടിക്കാൻ ഈ 3 ഘടകങ്ങളാണ് ഉള്ളത്. ഒറിജിനൽ കോസ്റ്റ് ഓഫ് ദി അസറ്റ്, എസ്റ്റിമേറ്റഡ് സ്ക്രാപ്പ് വാല്യൂ ഓഫ് ദി അസറ്റ്, എസ്റ്റിമേറ്റഡ് ലൈഫ് ടൈം ഓഫ് ദി അസറ്റ്. എന്നാൽ ഇതില് ഡിപ്രിസിയേഷനുള്ള 2 കാര്യങ്ങൾ അനിവാര്യമാണ്. 2 ഘടകങ്ങൾ. ഏതൊക്കെ? 3 ഈ ബേസിസ് 3 ഉണ്ടെന്ന് പറഞ്ഞില്ല. അടിസ്ഥാനം 2 കാര്യങ്ങൾ നിർബന്ധമാണ്. ഒന്ന് ഒറിജിനൽ കോസ്റ്റും എസ്റ്റിമേറ്റഡ് ലൈഫ് ടൈമും വേണം. ഒരു ലാൻഡിനെ സംബന്ധിച്ചിടത്തോളം ലൈഫ് ടൈം ഇല്ല എന്നല്ല അങ്ങനെ പറയുന്നത്. ലൈഫ് ടൈം എസ്റ്റിമേറ്റബിൾ അല്ല. നമ്മൾ TV വാങ്ങുമ്പോൾ അതിനകത്തിരിക്കുന്ന അവർ പറഞ്ഞത് 5 വർഷം ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ ലൈഫ് ടൈം എസ്റ്റിമേറ്റബിൾ അല്ലേ. ചിലപ്പോൾ നമ്മൾ ജാതകപുരത്തും കൊണ്ട് അതങ്ങിരുന്നേക്കും, അത് പൊട്ടും. എങ്കിലും അതിന്റെ ഒരു ബൾബ് നമ്മൾ ഒരു ചെറിയ ബൾബ് വാങ്ങിയാൽ അവർ പറയുന്നു ഇത് 250 മണിക്കൂർ ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ 250 മണിക്കൂർ കഴിഞ്ഞാൽ അത് എന്ത് സംഭവിക്കാം? അപ്പൊ അതിന്റെ ലൈഫ് ടൈം എസ്റ്റിമേറ്റബിൾ അല്ലേ. നിങ്ങൾ 10 സെന്റ് ലാൻഡ് വീട് വെച്ച് താമസിക്കാൻ വേണ്ടി മേടിച്ചു. എത്ര നാളത്തെ ലാൻഡായിട്ടിരിക്കും? കണ്ടിന്യൂസ് ആയിട്ടിരിക്കും. അതിന്റെ ലൈഫ് ടൈം നമുക്ക് ഫർണിച്ചർ വാങ്ങുന്ന പോലെ, ഒരു വാഹനം വാങ്ങുന്നത് പോലെ ഇതിന്റെ ലാൻഡിന്റെ ലൈഫ് ടൈം എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ലാൻഡിന്റെ ലൈഫ് ടൈം എസ്റ്റിമേറ്റബിൾ അല്ലാത്തത് കൊണ്ട് ഡിപ്രിസിയേഷൻ അതിന് കാണാൻ പറ്റില്ല. ഡിപ്രിസിയേഷൻ കാണുമ്പോൾ ഒറിജിനൽ കോസ്റ്റ് മൈനസ് സ്ക്രാപ്പ് വാല്യൂ അതുണ്ടെങ്കിൽ മതി. ഡിവൈഡ് ബൈ ലൈഫ് ടൈം, എസ്റ്റിമേറ്റഡ് ലൈഫ് ടൈം. അത് ലാൻഡിന്റെ കേസിൽ നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് അതിന് ഡിപ്രിസിയേഷൻ ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ലാൻഡഡ് പ്രോപ്പർട്ടിക്ക് ഡിപ്രിസിയേഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഇനി കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഡിപ്രിസിയേഷൻ നമ്മൾ എഴുതുമ്പോൾ ബിൽഡിങ്ങിന് ഡിപ്രിസിയേഷൻ ഉണ്ട്. എത്ര ശതമാനം? 2.5. മെഷീനറിക്ക് ഡിപ്രിസിയേഷൻ ഉണ്ട്. എത്ര? 10. ഫർണിച്ചറിന്റെ ഡിപ്രിസിയേഷൻ ഉണ്ട്. എത്ര പെർസെന്റേജ്? 10. കുറച്ച് വെച്ചേക്കണം. 10. തേക്കും തടിയിലുള്ള ഫർണിച്ചർ ആണെങ്കിൽ എത്ര പെർസെന്റേജ്? എന്താ സാർ? 5. മക്കളെ ബിൽഡിങ്ങിന് 2.5. മെഷീനറിക്ക് 10, ഫർണിച്ചറിന് 10. തേക്ക് വുഡ് ഫർണിച്ചർ ആണെങ്കിൽ, തേക്കും തടിയിലുള്ള ഫർണിച്ചർ ആണെങ്കിൽ 5. കേട്ടോ? കമ്പ്യൂട്ടറിനോ? 35. 33%. 32 ആണ്, 35 ആണ്. പിന്നെ 35, 32 3 വർഷമേ ഉള്ളൂ. 34, 33, 33. ഫസ്റ്റ് ഇയർ 34. കമ്പ്യൂട്ടറിന്റെ ഫസ്റ്റ് ഇയറിൽ 34, സെക്കൻഡ് ഇയറും തേർഡ് ഇയറും 33, 33. അപ്പൊ 100 ആവുമല്ലോ. യെസ് കറക്റ്റ്. 3 വർഷമേ അതിന് ലൈഫ് ടൈം ഉള്ളൂ. വെഹിക്കിളോ? വെഹിക്കിൾ എത്ര വർഷം ലൈഫ് ടൈം? 15 വർഷം. 15. ഇല്ല. ഡിപ്രിസിയേഷൻ എത്ര? 25%. 20. കൂട്ടിക്കോ. 30. സാറ് പോയി. കാൽക്കുലേറ്റർ എടുക്കാൻ പോയി. 35% ഇന്ത്യന്റെ തേമാന പറഞ്ഞത്. ലാസ്റ്റ് വൈക്കിളിന്റെ വെഹിക്കിൾ 15 വർഷമല്ലേ? പറഞ്ഞത് 30%. വൈക്കിള് 30%. അല്ല, ഓരോ വർഷം വ്യത്യാസം വരും. ഫസ്റ്റ് 30 വൈക്കിള് പറഞ്ഞത്.
30 പറഞ്ഞേ. വരട്ടെ 35% പറഞ്ഞത് എന്തിനായിരുന്നു? 34% ശതമാനം. എല്ലാതും 100 കൊണ്ട് ഡിവൈഡ് ചെയ്യാണ് എല്ലാതും. നമ്മളെ ഗ്രൂപ്പില് പിന്നെ കുറെ ക്വസ്റ്റ്യൻ ഇട്ടുണ്ട് സാറ്. അതിലെല്ലാതിന്റെ ആൻസർ എല്ലാവരുടെ കയ്യിലും ഉണ്ടോ? ഒന്ന് തരുവോ? ഗ്രൂപ്പിലിടുവോ? ആൻസർ കീ അല്ല, മാർക്ക് ചെയ്ത ആൻസർ. ആരും മിണ്ടുന്നില്ലേ? സുനീഷ് സാറേ, ആരും ജയിക്കാൻ പാടില്ല എന്നാണ് എല്ലാരും പറയും. ഇവർക്ക് അങ്ങനെ ഒരു കുബുദ്ധി ഉണ്ടെന്ന് തോന്നുന്നു. അത് പഴയകാല ക്വസ്റ്റ്യൻസില് ആൻസർ കീ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അത് നമ്മള് ആൻസർ കീ അല്ല മാഡം, നമ്മള് ക്ലാസ്സിന് കയറി ഒരു ആൻസർ മാർക്ക് ചെയ്തിട്ടുണ്ടാവില്ലേ? ഇന്നലെ ഇപ്പൊ യാസർ വൈ ഒരു കോഡ് അതുപോലെ പിന്നെ ടിക്ക് ചെയ്തൊന്ന് ഫോട്ടോ എടുത്ത് ഇട്ടാൽ മതിയായിരുന്നു. അതിന്റെ കോഡും അതും നമ്മളത് മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്റെ കയ്യിലുള്ളത് ഞാൻ ടിക്ക് ചെയ്തത് ഞാൻ ഫോട്ടോ എടുത്തിട്ട് അയച്ചു തരാം. ആയിക്കോട്ടെ. ഒന്ന് പിന്നെ ഗ്രൂപ്പിൽ എല്ലാരും പാസ്സാവണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. ആർക്കും അങ്ങനെ ഉണ്ടാവില്ല, ആഗ്രഹം ഇല്ലാണ്ടിരിക്കില്ല. എല്ലാരും അപ്പൊ നിങ്ങള് മാഡം നിങ്ങൾ ഇടുമ്പോ എന്നാ പറയുന്ന സബിന മാഡം, നിങ്ങൾ ഇടുമ്പോ അതിന്റെ കോഡ് കൂടി ഒന്ന് ഇടണേ. ഞാന് ക്വസ്റ്റ്യൻ പേപ്പർ ഫോട്ടോ എടുത്തിട്ട് അയക്കും. അപ്പൊ ഫസ്റ്റ് മുതലേ ഉണ്ടാവും. ആയിക്കോട്ടെ. അതിന് ടിക്ക് ചെയ്തിട്ടുണ്ടാവൂല. നിങ്ങള് സെക്രട്ടറി അസിസ്റ്റന്റ് സെക്രട്ടറിന്റെ എക്സാമാ? അല്ലല്ല, നമ്മളെ ജൂനിയർ ക്ലർക്ക്. അസിസ്റ്റന്റ് സെക്രട്ടറി എക്സാം എഴുതുന്ന ആൾ ഒന്ന് പേര് പറയാൻ പറ്റുമോ? അതാവുമ്പോ പറയാം, നമ്മളിപ്പോ ആയിട്ടില്ല. അല്ല അങ്ങനെയല്ല, ഇതിൽ എഴുതുന്ന ആളിപ്പം കൊടുത്ത ഇതിലെല്ലാം പിടിച്ചതുമില്ല മടയില്ല എന്ന് പറഞ്ഞ മാതിരി. പിന്നെ ഒരു കാര്യം പറഞ്ഞുതരാം. ഹലോ, അപ്പുറം ഇപ്പുറം ഡിസ്കസ് ചെയ്യാൻ നിൽക്കറ. ആൻസർ ഇത് എഴുതുന്ന പെട്ടെന്ന് സമയം പോവേ. അതേ പറഞ്ഞേക്കാം. സാറ് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ മാറ്റിയല്ലോ സാറേ? ബാക്ക്ഗ്രൗണ്ട് ഒക്കെ മാറ്റി കളഞ്ഞല്ല? നല്ല ഭംഗിയാണ്. ഫ്ലാറ്റ് എടുത്താ? പറ്റുന്നുണ്ട്. അതിനകത്ത് വേറെ എന്തോ കിടക്കുന്നറിയാം. ഇനി എന്തുവാണെന്നറിയാം. സാറിന്റെ ബോർഡ് പോയി, ബാക്ക്ഗ്രൗണ്ട് ബോർഡ്. മാഷ് വന്നിട്ടുണ്ട്. അത് കുഴപ്പമില്ല. അപ്പോ ഞാൻ പറഞ്ഞത് ശരി. മ്യൂട്ട് ചെയ്യോ? ബാക്കിയുള്ളവർ മ്യൂട്ട് ചെയ്യോ? കേറിക്കോ ഇറങ്ങണ്ട കേറിക്കോ. രണ്ടാമുണ്ട് മ്യൂട്ട് ചെയ്ത് കൊടുക്കണം. സഹകരിക്കണേ. എല്ലാരും മ്യൂട്ട്. ഞാൻ പറയാം. വെഹിക്കിളിന് ഡിപ്രിസിയേഷൻ കാണുന്നത് 5 വർഷമായിട്ടാണ്. 5 വർഷം കൊണ്ട് തീരണമെന്നാണ്. 30, 25 എത്രയായി? ഒരാള് ഓണാക്കി പറഞ്ഞു 20%. 55 25 കുറയുന്നു. 30, 25, 20, 15, 10 എല്ലാം കൂടി 30, 25, 20, 15, 100. അപ്പൊ ഇതാണ് വേണ്ടി. അപ്പൊ ഫസ്റ്റ് ഇയറിൽ എത്ര ശതമാനം ഡിപ്രിസിയേഷൻ? 30. ഏറ്റവും അവസാനത്തെ വർഷം 10%. ചുരുക്കം 5 വർഷം കൊണ്ട് വെഹിക്കിൾ എഴുതി തീർക്കണം എന്നാണ് ഏറ്റവും. ഇനി നമുക്ക് മാത്രം പറഞ്ഞത് അല്ല, പൊതുവെ പറഞ്ഞൊന്നുമല്ല. കോപ്പറേറ്റീവിന്റെ മാത്രം ഇതെല്ലാം ഡിപ്രിസിയേഷൻ മൊത്തം. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അടുത്ത ക്ലാസ്. ഓക്കെ, താങ്ക് യു. സാറ് കഴിഞ്ഞ സാറ് വിട്ടു. പോയി പഠിച്ചോളൂ മക്കളെ. സമയത്ത് പോകുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഹലോ, ബാക്ക്ഗ്രൗണ്ട് ക്ലാസ് രസം കേട്ടോ. ക്ലാസ് എന്താ വെച്ചാല് സാറിന്റെ ക്ലാസ് നല്ല ക്ലാസ് ആണ്. പക്ഷെ അതായത് എനിക്ക് ആദ്യം കിട്ടേണ്ട ക്ലാസ്സൊക്കെ. അതെ. ഹലോ, സാറിന്റെ ക്ലാസ് കഴിഞ്ഞു.
പറയോ? അല്ല എന്നാല് ഇതിലുള്ള ഗ്രൂപ്പിലുള്ള ആൾക്കാരോട് ഒരു കാര്യം പറഞ്ഞോട്ടെ, ഒരു കാര്യം പറഞ്ഞോട്ടെ. പറഞ്ഞോളൂ പറഞ്ഞോളൂ. പറയൂ. ആ എല്ലാവരോടായിട്ട് പറയുന്നൊരു കാര്യമാണ്. ഹലോ, ആ പറഞ്ഞോ പറഞ്ഞോ. നമ്മളില്ലേ ക്വസ്റ്റ്യൻ പേപ്പർ അവിടുന്ന് എക്സാം സെന്ററിൽ നിന്ന് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടൂലേ, കഴിഞ്ഞു കഴിഞ്ഞാല് അപ്പുറം ഇപ്പുറം ഉള്ള ആൾക്കാരോട് ഡിസ്കസ് ചെയ്യാൻ, അത് മാഷ് പറഞ്ഞു തരും, ഡിസ്കസ് ചെയ്യാൻ നിൽക്കരുത് എന്ന് പറയുന്ന കാരണം നമുക്ക് വളരെ ചുരുങ്ങിയ സമയം ഉണ്ടാവേ. അതെല്ലാരും മനസ്സിലുണ്ടാവുന്ന നല്ല കാര്യം. ഞാന് നിങ്ങളോട് ഇപ്പൊ പറയുന്നുണ്ട് പറയാ. ഹലോ, ആ പറഞ്ഞോ പറഞ്ഞോ. ആ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എഴുതിയ ആൾക്കാർ നമ്മളിപ്പോ അപ്പുറമുള്ള കോഡ് മാറ്റായിരിക്കും, നമുക്ക് നമ്മളെ ആൻസർ നമ്പർ ബേസിൽ നമ്മളെ സെയിം ആൻസർ അതെല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയായിരിക്കും. പക്ഷെ അപ്പുറം ഇപ്പുറം ചോദിക്കാനോ എന്തിനെങ്കിലും ഒരു സമയം നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അയ്യ 100 കറുപ്പിക്കാനുള്ള സമയം കിട്ടില്ല, അത്രയും സ്പീഡിൽ സമയം പോകും. അതുകൊണ്ട് വളരെ വളരെ പെട്ടെന്ന് എല്ലാവരും നല്ല നിലയിൽ ക്വസ്റ്റ്യൻ ആദ്യം തന്നെ വായിക്കുക, 2-3 വട്ടം വായിച്ചിട്ട് ആൻസർ ചെയ്യുക. അപ്പുറത്തോ ഇപ്പുറത്തോ നിങ്ങളിത് 17-ാം തീയതി പറഞ്ഞാൽ മതിയായിരുന്നു. ഇത് പ്രവർത്തിക്കാൻ വേണ്ടിട്ട് ഇപ്പോഴേ പറയണ്ട. അല്ല അല്ല ഇത് PS മാരിയല്ല, തീരെ ടൈം ഉണ്ടാവില്ല, തീരെ ടൈം ഉണ്ടാവില്ല. PS മാരിയല്ല. അതെ അതെ, എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് കിട്ടേണ്ട 40 മാർക്കിന്റെ ആൻസർ അതിലുണ്ടാവും. നമുക്ക് കിട്ടേണ്ട ആൻസർ നമ്മൾ പഠിച്ച സ്ഥിതിക്ക് 40 മാർക്കിന്റെ അതിലുണ്ടാവാൻ 100% ചാൻസ് ഉണ്ട്. പക്ഷെങ്കില് നമ്മള് സംശയം മാഡം, ഇത് ആൽഫ കോഡ് ആയതുകൊണ്ട് നിങ്ങൾക്കിപ്പോ എന്റെ കോഡിലാണ് ക്വസ്റ്റ്യൻ കിട്ടുന്നെങ്കിൽ അടുത്തിരിക്കുന്ന ആൾക്ക് ബി ആയിരിക്കും. അപ്പൊ ഒരിക്കലും ഡിസ്കഷൻ അതാണ് പറഞ്ഞത്. അത് പക്ഷെ എല്ലാവർക്കും അത് അറിയാൻ പറ്റൂലല്ലോ, ചില ആൾക്കാർക്ക് അതിനെപ്പറ്റി ധാരണ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് പറയുന്നത്. കാരണം ABCD 3 കോഡാണ്ടോ. അടുത്തുള്ളവരോട് ചോദിക്കുന്ന കാര്യമല്ല ഇത്. ശരിക്കും തീരെ സമയം ഉണ്ടാവില്ല എഴുതാൻ. ഞാൻ ജൂനിയർ അതെ അതെ. പിന്നെ എഴുതിയ ആളാണ്, തീരെ സമയം ഉണ്ടാവില്ല. മാത്സിനൊക്കെ കുറച്ചധികം സമയം എടുത്തു പോയാൽ വേറെ ഒന്നും എഴുതാൻ സമയം ഉണ്ടാവില്ല. പിന്നെ പറഞ്ഞ സാധനം നമ്മള് ഓരോ ഇതും കറുപ്പിക്കുമ്പോ നല്ല നിലയിൽ തന്നെ അത് കറുപ്പിക്കണം. അത് റൗണ്ടിന് പുറത്താവാൻ പാടില്ല. അതെല്ലാം അരുൺ സാർ പറയും. ഇക്കാര്യങ്ങളെല്ലാം കുറച്ച് കാര്യങ്ങൾ ഇതിപ്പോ നമുക്ക് ടൈമായിട്ട് ഞാൻ പറഞ്ഞെന്ന് മാത്രം. ജെൽ പെന്ന് യൂസ് ചെയ്യാൻ പാടില്ല. ഇല്ല, ജെല്ല് പറ്റില്ല. അത് ജെൽ പെന്ന് യൂസ് ചെയ്ത് സാധാരണ ബോൾ പെന്ന് യൂസ് ചെയ്താൽ ബ്ലൂ ഓർ ബ്ലാക്ക്. അതേപോലെ പിന്നെ തന്നെ മാത്സ് ഒക്കെ കഴിയുന്ന